മനസ്സിലാതെ ഈ ദിവസം കൂടിയിരിക്കുന്ന എല്ലാ ഉത്തരമാർക്കും രക്ഷിതാക്കൾ കുട്ടികളെല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഞാൻ നിസ്യറാമുക്കാർ എറണാകുളത്തുനിന്ന് താമസിക്കുന്നത്. യാദൃച്ഛികമായിട്ടാണ് ലാവണ്യമാനുമായി ബന്ധപ്പെടാൻ സാധിച്ചത്. അതിലെന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി. അതിൽ അള്ളാഹുവിനോട് ഞാൻ നന്ദിയില്ല. എല്ലാവർക്കും അള്ളാഹുവിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. അടുത്തതായി നമ്മുടെ ചെയർമാന്റെ മകളായ നമ്മുടെ മദ്രസയുടെ പ്രഥമ അധ്യാപികയായ ഫാത്തിമ മിസ്സിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഏറ്റവും സ്നേഹബഹുമാനം നിറഞ്ഞ ദാറുൽ ഈമാനിന്റെ ചെയർമാനും എന്റെ പ്രിയ പിതാവുമായ അജ്ലാൻ ഉസ്താദ് അവർകളെ, പ്രിയപ്പെട്ട ഉമ്മ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകരെ, വിദ്യാർത്ഥിനികളെ, ഇന്നത്തെ ദിവസത്തിൽ ഏറ്റവും അധികം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് കടമപ്പെട്ടവളാണ് ഞാൻ. പരിശുദ്ധമായ ഖുർആൻ ഹിഫ്ള് ചെയ്യൽ തീർച്ചയായും അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് മാത്രം സാധിക്കുന്ന ഒരു അമലാണ്. പലപ്പോഴും അത് പലർക്കും സാധിച്ചിട്ടില്ല. ഒരുപാട് കഴിവും പ്രാപ്തിയും പേഴ്സണാലിറ്റിയും ഒക്കെ ഇവിടെ പലപ്പോഴും നിഷ്ഫലമായി പോയിട്ടുണ്ട്. എന്നാൽ സ്ഥിരോത്സാഹത്തോടു കൂടിയും നിരന്തരമായ കഠിന പ്രയത്നത്താലും ആത്മാർത്ഥമായ ദുആ കൊണ്ടും സാധുക്കളായ ഒരുപാട് പേർ ഹാഫിദീകളായി മാറിയിട്ടുണ്ട്. ഇന്നിവിടെ ഹിഫ്ള് പൂർത്തിയാക്കുന്ന സഫ്വാന തീർച്ചയായും വളരെ അച്ചടക്കവും ആത്മാർത്ഥതയുമുള്ള ഒരു വിദ്യാർത്ഥിനിയാണ്. വളരെ കൃത്യമായി പാഠം പഠിക്കുകയും ഹിഫ്ള് പഠനത്തിന് ഒന്നാം സ്ഥാനം നൽകി പ്രയത്നിക്കുകയും തികഞ്ഞ ബഹുമാനവും നല്ല പെരുമാറ്റവും പുലർത്തി വന്നിരുന്ന വിദ്യാർത്ഥിനിയാണ്. ഈ മദ്രസയിൽ വന്ന ആദ്യ ദിവസം മുതൽ എന്റെ മനസ്സിലും തികഞ്ഞ ശുഭപ്രതീക്ഷയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ കുട്ടിയുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ കൃത്യമായി കുട്ടിയെ പാഠം പഠിപ്പിക്കുന്നതിൽ സഹായിച്ചിരുന്നു. മദ്രസയുമായി നിരന്തരം ബന്ധം പുലർത്തിയിരുന്നു. ഉസ്താദ് എന്ന നിലയിൽ എനിക്ക് വലിയൊരു സപ്പോർട്ടായിരുന്നു ഇവർ തന്നിരുന്നത്. എന്നെ പരിശുദ്ധ മാർഗത്തിൽ കൈപിടിച്ചു കൊണ്ടുവന്ന എന്റെ ഉസ്താദുമാരെ ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്. ശേഷം ഈ മാർഗത്തിൽ തന്നെ തുടരുവാൻ ഇന്നും എന്നെ സഹായിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്കും ഇന്ന് ഹിഫ്ള് പൂർത്തിയാക്കുന്ന സഫ്വാനാക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരുലോകത്തും എല്ലാ ഖൈറും ഉയർച്ചയും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ഹിഫ്ള് പൂർത്തിയാക്കുന്നത് ഒരു എളുപ്പമായ കാര്യമല്ല. ജീവിതത്തിൽ എന്നും നിലനിർത്തുക എന്നതാണ് ഏറ്റവും ദൗത്യം എന്ന് ദുആ വസിയത്തോടുകൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തതായി ഇംഗ്ലീഷ് പ്രസംഗത്തിനായി ഹലീമ സുലൈറിനെ ക്ഷണിക്കാൻ. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. Honorable guests, judges, ladies and gentlemen, today I stand here on the dais to share some words with you about Prophet Muhammad sallallahu alaihi wasallam, the best role model of humanity. Prophet Muhammad sallallahu alaihi wasallam is venerated by Muslims as the last prophet of Islam, but his influence extends far beyond the boundaries of religion. His life and teachings continues to inspire people from diverse backgrounds and beliefs to strive for moral excellence, compassion, justice, and humility. His legacy as the best role model of humanity is a testament to the enduring power of his character and the universal principles he embodied. Whether through his ethical conduct, his commitment to justice, or his unwavering compassion, Prophet Muhammad sallallahu alaihi wasallam's life serves as a timeless guide for individuals and societies seeking to cultivate virtuous qualities and build a more just and compassionate world. How the unique and revered place in the lives of over a billion Muslims around the world. He is not only considered the final prophet of Islam, but also the best role model for humanity. His life and teachings provide a profound example of moral excellence, compassion, and leadership. Prophet Muhammad sallallahu alaihi wasallam was known for his deep compassion and empathy towards all human beings. He showed kindness to orphans, widows, and poor, emphasizing the importance of caring for the less fortunate. His famous saying, "Is not a believer who eats his fill while his neighbor is hungry," underscores the need for empathy and social responsibility. Prophet Muhammad sallallahu alaihi wasallam promoted a message of tolerance and coexistence in a diverse society. He welcomed people of different faiths
policies. He united disparate tribes and communities in Arabia under the banner of Islam, demonstrating remarkable leadership and strategic skills. His leadership served as a model for subsequent Muslim rulers and leaders worldwide. The Prophet ﷺ's family life provides opportunity in this occasion, especially our beloved chairman Azlan Ustad and my beloved teachers. Oh Allah, keep us all according to the Sunnah of our Prophet, and let us die according to his religion, and honor us with his intercession in the final way. وآخر دعائي الحمد لله رب العالمين. السلام عليكم. നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച അലീന അൽഹംദുലില്ലാ ഉന്നതയിൽ ഉന്നതയിലേക്ക് ഉയർത്തുമാറാകട്ടെ. അടുത്തതായി ഒരു മതഗാനം ആരംഭിക്കുന്നതിനായി ശിഫ ആനിബായെ ക്ഷണിച്ചുകൊള്ളുന്നു. They
ട്രൈപ്പോഡ് നേരെ അഡ്ജസ്റ്റ് ചെയ്ത്. ഓക്കെ. يا أيها النبي إنا أراه بإذنه وسراجا منيرا وبشر المؤمنين بأن لهم من الله فضلا كبيرا ولا تطع الكافرين والمنافقين ودع أذاهم وتوكل على الله وكفى بالله وكيلا. يا أيها النبي إنا أرسلناك شاهدا ومبشرا ونذيرا. പ്രവാചകരെ, സാക്ഷ്യം ലഭിക്കപ്പെടുന്നവരും സുവാർത്ത അറിയിക്കുന്നവരും മുന്നറിയിപ്പ് നൽകുന്നവരുമായി താങ്കളെ നാം അയച്ചിരിക്കുന്നു. وداعيا إلى الله بإذنه وسراجا منيرا. അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവരും പ്രകാശം പരത്തുന്ന വിളക്കുമാക്കിയിരിക്കുന്നു. وبشر المؤمنين بأن لهم من الله فضلا كبيرا. സത്യവിശ്വാസികൾക്ക് അള്ളാഹുവിങ്കൽ നിന്നും വലിയ ഔദാര്യം ഉണ്ടായിരിക്കുന്നതാണെന്ന് താങ്കൾ സന്തോഷവാർത്ത അറിയിക്കുക.
ولا تطع الكافرين والمنافقين ودع أذاهم وتوكل على الله وكفى بالله وكيلا. നിഷേധികളെയും കപടവിശ്വാസികളെയും അനുസരിക്കരുത്. അവരുടെ ഉപദ്രവത്തെ താങ്കൾ അവഗണിക്കുക. അള്ളാഹുവിൽ ബലമേൽപ്പിക്കുക. ബലമേൽപ്പിക്കപ്പെടാൻ അള്ളാഹു തന്നെ മതി. സദഖല്ലാഹുൽ അദീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മാഷാ അല്ലാഹ് സുബ്ഹാനഹു തആല നമ്മുടെ മകന്റെ ഹിഫ്ദിലും അമലിലും ഇൽമിലും ബർക്കത്ത് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ മനോഹരമായ രീതിയിൽ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ കീർത്തനമാണ്. അത് ആലപിക്കുന്നതിന് വേണ്ടി നമ്മുടെ മദ്രസയിലെ ഉസ്താദ് അൽ ഹാഫിസ് മുഹമ്മദ് റാഫി മൗലവി അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രവാചക പ്രകീർത്തന കവിതകളിൽ നിന്നും യാ റബ്ബി സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. കഴിയില്ലൊരാൾക്കുമീ നിൻ പ്രിയദാസർദൻ കണക്കറ്റ കീർത്തനം പാടിടാനേ. അന്ത്യപ്രവാചകൻ തൻ തിരുനൂറിനെ അമ്രീനാൽ തീർത്ത പരമ്പൂരാനെ. പുണ്യപ്രകാശമീ ലോകത്ത് വന്നത് പ്രപഞ്ചമഖിലം പ്രകാശമായി. ഇല്ലൊരു ബന്ധമേ എൻ്റെ മുരടിച്ച ഇത്തിരി ബുദ്ധിക്കും നായകനും. ഇത്തിരി ബുദ്ധിക്കും നായകനും. ഇല്ലൊരു ബന്ധവും റബ്ബിൻ പ്രകാശമായി. ഇരുളിലായി തിമിരം നിറഞ്ഞ കണ്ണും റൂഹുൽ ഖുദൂസന്നെ തെല്ലു പുണരുകിൽ റബ്ബിൻ്റെ മുത്തിനെ ഞാൻ സ്തുതിക്കും. റബ്ബിൻ്റെ മുത്തിനെ ഞാൻ സ്തുതിക്കും. ജിബ്രീലിൻ പിന്തുണ കിട്ടുകിൽ ഞാൻ ചൊല്ലും ജഗത്തിൻ്റെ നായകയ റസൂലേ. ലോകത്തിനന്തസ്സും കാലത്തിൻ സത്തയും ലോകൈവ നേതാവും അങ്ങു മാത്രം. സർവ റസൂലൊരു പൂക്കളായി മാറുകിൽ സുമങ്ങളിൽ വീശുന്ന മണമാണങ്ങ്. അഖില പ്രവാചകർ ആദിത്യനാകൂകിൽ ആലമിൽ തെളിയുന്ന പ്രഭയാണങ്ങ്. ആലമിൽ തെളിയുന്ന പ്രഭയാണങ്ങ്. നിഖില പ്രവാചകർ ആത്മാവായി മാറുകിൽ നിശ്ചയം ആത്മാവിൻ ജീവനങ്ങ്. ആ പുണ്യ പുരുഷാരം നയനങ്ങളാകുകിൽ ആ കണ്ണിനുള്ളിലെ കാഴ്ചയങ്ങ്. ആ കണ്ണിനുള്ളിലെ കാഴ്ചയങ്ങ്. സൽഗുണ സമ്പൂർണ ഭാവനം അങ്ങയോ സർവലോകത്തിൻ്റെ സമ്മിശ്രമാം. അവിടുത്തെ നൂറിൻ്റെ സർവഗുണങ്ങളും ആരിലും കാണില്ല സത്യം സത്യം. ആരിലും കാണില്ല സത്യം സത്യം. മൂസ കലീമുള്ള നാഥനെ കാണുവാൻ മോഹിച്ചു പ്രാർത്ഥിച്ചു ലക്ഷ്യം നേടി. തൻ്റെ ഹബീബിനെ കാണുവാൻ റബ്ബേ ഹോ
തൻ പ്രിയദാസനെ ആനയിച്ചു, തൻ പ്രിയദാസനെ ആനയിച്ചു. സീനാമലക്കില്ല സ്ഥാനവും ബന്ധവും ശ്രേഷ്ഠമാം മിഅ്റാജ് നോക്കിടുകിൽ. വിണ്ണിൻ്റെ വണ്ണവും പദവിയും സ്ഥാനവും മണ്ണിൻ്റെ നിന്നവും തുല്യമാമോ, മണ്ണിൻ്റെ നിന്നവും തുല്യമാമോ. നബി യൂസുഫ് തന്നൂടെ സൗന്ദര്യ സൗരഭ്യം നലമാൽ വിളങ്ങില്ല അങ്ങ് മുന്നിൽ. സാലിഹ അല്ലല്ല അങ്ങ് തൻ ഭാജനം സർവേശ്വരനായ റബ്ബല്ലയോ, സർവേശ്വരനായ റബ്ബല്ലയോ. അങ്ങ് തൻ ബന്ധമി പാപിക്ക് കിട്ടുകിൽ അല്ലാഹുവിൻ്റെ തൗഫീഖ് മാത്രം. നന്മ നിറഞ്ഞു വിളങ്ങുന്നു അങ്ങോ, തിന്മയിൽ മുങ്ങി പാപി ഞാനേ. നന്മ വാലേശം ചെയ്യുകിൽ ഈ ഖാസിം നല്ലതായി അങ്ങയിലാശ്രയിപ്പൂ. പാപത്തിൻ ഭീതിയൻ കോപത്തിൻ പേടിയാം, പുണ്യ ശുപാർശ പ്രതീക്ഷ മാത്രം, പുണ്യ ശുപാർശ പ്രതീക്ഷ മാത്രം. യാ റബ്ബി സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇതാണ് സ്വാഗതമാണ്. സ്റ്റേറ്റ് RDSMF മെമ്പറും നമ്മുടെ മദ്രസയിലെ സ്നേഹം ചാരിറ്റി ട്രസ്റ്റിൻ്റെ സെക്രട്ടറിയും നമ്മുടെ മദ്രസയിലെ സ്കൂളിൻ്റെ പ്രിൻസിപ്പാളും എല്ലാമായ ബഹുമാനപ്പെട്ട അജ്മൽ സുലൈമാൻ സാർ അവരുടെ ഈ മജ്ലിസിനെ സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി സ്നേഹാദരവോടും ക്ഷണിച്ചുകൊള്ളുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി യസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതൻ മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ നമ്മുടെ ഈ മജ്ലിസ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള അൽ ഉസ്താദ് അൽ ഹാഫിസ് അബ്ദുൽ ഷുക്കൂർ അൽ ഖാസിമി ഉസ്താദ് അവർകളെ, ഇന്നത്തെ സദസ്സിൽ ഹുബ്ബുർ റസൂൽ പ്രഭാഷണത്തിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട അൽ ഹാഫിദ് ഷാഫി മൗലവി ഉസ്താദ് അവർകളെ, ദുആ നേതൃത്വം നൽകുന്ന ഏറ്റവും സ്നേഹബഹുമാനമുള്ള അൽ ഉസ്താദ് അബ്ദുറഹ്മാൻ ബാക്കവി അവർകളെ, നമ്മുടെ ദാറുൽ ഈമാൻ മദ്രസയുടെയും സ്നേഹം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെയും ഒക്കെ ചെയർമാനായ അജിലാൻ ഉസ്താദ് അവർകളെ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിട്ടുള്ള പ്രിയപ്പെട്ട വിശിഷ്ടാതിഥികളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നല്ലവരായ നാട്ടുകാരെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ അനുഗ്രഹിച്ച ഒരു കൂട്ടം ആളുകളാണ് നാം ഓരോരുത്തരും എന്ന് ഈ അവസരത്തിൽ ഓർക്കുകയാണ്. അൽഹംദുലില്ലാഹ്. പ്രിയമുള്ളവരെ, ലോകമെമ്പാടും പ്രവാചകനോടുള്ള സ്നേഹങ്ങൾ പ്രകടിപ്പിക്കുവാൻ, റസൂലിനോടുള്ള ഹുബ്ബ് പ്രകടിപ്പിക്കുവാൻ ധാരാളം മജ്ലിസുകളും ധാരാളം സദസ്സുകളും ധാരാളം വഴികളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, പലപ്പോഴും നമ്മുടെ ആഘോഷങ്ങൾ, അനുസ്മരണങ്ങൾ അല്ലെങ്കിൽ സ്നേഹപ്രകടനങ്ങൾ അതിരുവിട്ട്
വല്ലാത്ത മലീമസമായിക്കൊണ്ടിരിക്കുന്ന, മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലാണ് പല ആഘോഷങ്ങളും ഇന്ന് നടന്നു വരുന്നത്. നമുക്കും ധാരാളം അനുഭവങ്ങൾ ഇത്തരത്തിൽ ഉണ്ടാകും. പക്ഷേ ഏറ്റവും മാന്യമായ നിലയിൽ, ഏറ്റവും സഭ്യമായ നിലയിൽ, ഏറ്റവും സ്വീകാര്യയോഗ്യമായ നിലയിൽ പ്രവാചകനോട് ഉള്ള ഹുബ്ബ്, പ്രവാചകനോടുള്ള മുഹബ്ബത്ത്, ആ റസൂലിൻ്റെ ദർശനങ്ങളോടുള്ള മതിപ്പ്, ആ റസൂൽ നമുക്ക് കാണിച്ചു തന്ന സൽപന്താവിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടം, ഇതെല്ലാം ഏറ്റവും മഹനീയമായ രീതിയിൽ അല്ലെങ്കിൽ സ്വീകാര്യയോഗ്യമായ നിലയിൽ വരുന്ന തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കുവാൻ ഒരു മാതൃകയുള്ള ഒരു സദസ്സ് സംഘടിപ്പിക്കുവാൻ ദാറുൽ ഈമാനിലെ എല്ലാ പ്രിയപ്പെട്ടവരും നല്ലവരായ നാട്ടുകാരും ഒരുമിച്ച് ചേർന്നപ്പോഴാണ് ഇത്തരത്തിൽ നാം ഇന്ന് സംബന്ധിച്ചു കൊണ്ടിരിക്കുന്ന ഈ മഹനീയമായ സദസ്സ് ഇവിടെ ഒരുങ്ങിയത്. പ്രിയമുള്ളവരെ, എപ്പോഴും നാം മാതൃകകൾ കാണിക്കുവാൻ ധാരാളം ആളുകളെ മോഡലായി കൊണ്ടുവരാറുണ്ട്. പക്ഷേ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വജീവിതം കൊണ്ട് തന്നെ ഏറ്റവും നല്ല മാതൃക ലോകത്തിന് കാണിച്ചു കൊടുത്തിരിക്കുന്ന, ലോകത്തെ ഏറ്റവും മഹാനിൽ മഹാനായ മഹാരഥനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്തായ പ്രകീർത്തനങ്ങളെ അല്ലെങ്കിൽ അവിടുത്തെ പ്രബോധനങ്ങളെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളിലും സജീവമാക്കി നിർത്തുവാൻ നാം ഓരോരുത്തർക്കും വലിയ ബാധ്യസ്ഥതയുണ്ട് എന്ന് ഇത്തരണത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ഈ മഹനീയമായ സദസ്സ്, ഈ ദാറുൽ ഈമാൻ മദ്രസ തന്നെ ഇവിടെ സ്ഥാപിക്കപ്പെട്ടത് ഒരിക്കലും ഏതെങ്കിലും ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ചില ആളുകൾക്കോ വേണ്ടി മാത്രമല്ല. പരിശുദ്ധമാക്കപ്പെട്ട ഈ നാട്ടിൽ ധാരാളം മദ്രസകളുണ്ട്. 1 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ 4-5 മദ്രസകൾ നമുക്ക് ഇവിടെ ഉള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതുമാണ്. തീർച്ചയായും നമ്മുടെ മദ്രസയുടെ ലക്ഷ്യം ഇവിടെ പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥിനികളിലൂടെയും ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ പ്രബോധനത്തിൻ്റെ യാത്രയിൽ ലോകത്തോട് പങ്കുവച്ച മഹത്തായ അധ്യാപനങ്ങൾ ഓരോ കുടുംബങ്ങളിലേക്ക് എത്തിക്കുക, ആ ഓരോ കുടുംബങ്ങളും ഒത്തുചേർന്ന് നമ്മുടെ നാട്ടിലാകമാനം ഇന്നത്തെ ഈ സദസ്സിന് സ്വാഗതം അർപ്പിക്കുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിതമായ കർത്തവ്യം. ആദ്യമായി നമ്മുടെ ഈ മഹത്തായ സദസ്സിന് ഖിറാഅത്ത് കൊണ്ട് ധന്യമാക്കിയത് നമ്മുടെ വിദ്യാർത്ഥിയായ ഹുസൈനാണ്. അൽ ഹാഫിദ് ഹുസൈൻ ബിൻ നുജൂം. ആദ്യമായി നമ്മുടെ സ്ഥാപനത്തിൽ നിന്നും ഹിഫ്ള് പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളിൽ ഒരുവനാണ് ഹുസൈൻ. ഹുസൈന് ആത്മാർത്ഥമായി ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ മഹത്തായ സദസ്സിനെ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തിയിട്ടുള്ളത് അൽ ഹാഫിദ് അൽ ഉസ്താദ് അബ്ദുൽ ഷുക്കൂർ അൽ കാസിമി ഉസ്താദ് അവറുകൾ. നമ്മുടെ ഈ മദ്രസയുടെ ആലോചനാ യോഗം മുതൽ നമ്മുടെ ഈ മദ്രസയിലെ ഏതൊരു പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളോ പരിപാടിയോ ഉണ്ടെങ്കിൽ പോലും എത്ര തിരക്കും മാറ്റിവെച്ച് വിലയേറിയ നിർദ്ദേശങ്ങൾക്കും മഹത്തായ സന്ദേശത്തിനും വേണ്ടി ഇവിടെ ഓടിയെത്താറുണ്ട് അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിന്റെ കേരളത്തിൽ നിന്നുള്ള എക്സിക്യൂട്ടീവ് മെമ്പറാണ് അദ്ദേഹം. ഇന്ന് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഉലമാക്കളുടെ, നമ്മുടെ രാജ്യത്തെ തന്നെ ഏറ്റവും ഉയർന്ന ഉലമാക്കളുടെ ഒരു സംഘമാണ് ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ്. സംഘടനയാണ് ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ്. നമ്മുടെ രാജ്യത്ത് എന്നല്ല ലോകമെമ്പാടുമുള്ള മുസ്ലിമീങ്ങൾക്ക്
എന്തെങ്കിലും പ്രശ്നം നേരിട്ടാൽ അതിനെ ജുഡീഷ്യറി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്ക് മുൻപിൽ പ്രസന്റ് ചെയ്യുന്നതിലും വളരെ ക്രിയാത്മകമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നതിനും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ്. ഈ അടുത്ത് തന്നെ ഈ വഖഫ് അമെൻമെന്റ് ആക്ടിനെതിരെ പൊതുജനങ്ങളിൽ അവരെ സംഘടിപ്പിച്ചുകൊണ്ട് വളരെ വ്യാപകമായ നിലയിൽ ഇമെയിൽ സന്ദേശങ്ങൾ അയച്ചുകൊണ്ട് ഇതിലുള്ള എതിർപ്പ് നമ്മുടെ നിയമ സംഹിതയ്ക്ക് മുൻപിൽ കൊണ്ടുവരുന്നതിന് വളരെ ക്രിയാത്മകമായിട്ടുള്ള നടപടികൾ ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് കാര്യക്ഷമമായി പ്രവർത്തിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, നമുക്കറിയാം മുസഫർ നഗറിലും നമ്മുടെ രാജ്യത്തുടനീളം ഒരു രാത്രി ഉറങ്ങി എഴുന്നേറ്റപ്പോൾ ഒരു നഗരം തന്നെ ബുൾഡോസറിന്റെ ആ കരാള ഹസ്തങ്ങൾ കൊണ്ട് തകർക്കപ്പെടുന്ന സാഹചര്യത്തിൽ പോലും വളരെ ക്രിയാത്മകമായി ജുഡീഷ്യറിയെ സമീപിച്ച് നിയമ അനുസൃതമായി അവയെ തടയുവാൻ ഈ സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നാം ഓരോരുത്തരും മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട അബ്ദുൽ ഷുക്കൂർ ഉസ്താദ് ഇന്ത്യയിലുടനീളം നമ്മുടെ ഈ ഓൾ ഇന്ത്യ മുസ്ലിം ലോ ബോർഡിന്റെ പ്രവർത്തനത്തിന് വേണ്ടി സഞ്ചരിക്കുന്ന വ്യക്തിയാണ്. അതോടൊപ്പം പരിശുദ്ധമായ ദഅവത്തിന്റെ മേഖലയിൽ സജീവമായ വ്യക്തിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അദ്ദേഹത്തെ ഈ മഹനീയമായ സദസ്സിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ ദുആ മജ്ലിസിന് നേതൃത്വം കൊടുക്കുന്ന ഏറെ ആദരണീയനായ പ്രിയങ്കരനായ അൽ ഉസ്താദ് അബ്ദുറഹ്മാൻ ബാക്കവി അവർകൾ. അദ്ദേഹം നമ്മുടെ സ്നേഹം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മെമ്പറാണ്. നമ്മുടെ ഈ മദ്രസയുടെ കാര്യദർശിയാണ്. നമ്മുടെ മദ്രസയിൽ ഏറ്റവും നല്ല നിലയിൽ ഗുണകാംക്ഷയോടുകൂടി നമ്മുടെ മദ്രസയ്ക്ക് ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകി ധന്യമാക്കിക്കൊണ്ടിരിക്കുന്ന മഹാനവറുകൾ ഇന്നത്തെ സദസ്സിൽ ദുആ മജ്ലിസിന് നേതൃത്വം കൊടുക്കുന്നതും അദ്ദേഹമാണ്. അദ്ദേഹത്തെ ദാറുൽ ഈമാന്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി നമ്മുടെ ഇന്നത്തെ ഏറ്റവും സുപ്രധാനമായ പരിപാടിയാണ് ഹുബ്ബുർ റസൂൽ പ്രഭാഷണം. ഹുബ്ബുർ റസൂൽ പ്രഭാഷണത്തിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ളത് ബഹുമാന്യനായ അൽ ഹാഫിദ് ഷാഫി മൗലവി അൽ കാസിമി അൽ ഹസനി അവറുകളാണ്. അദ്ദേഹം തിരുവനന്തപുരം വഴുതക്കാട് ജുമാ മസ്ജിദ് ചീഫ് ഇമാമാണ്. സയ്യിദ് ജാമിയ ഹസനിയ കായംകുളം അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ബഹുമാന്യനായ ഒരു വിദ്യാർത്ഥിയായിരുന്നു അദ്ദേഹം. ഏറെ ബഹുമാന്യനായ അദ്ദേഹത്തെ ഈ സദസ്സിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം നമ്മുടെ ദാറുൽ ഈമാന്റെ ചെയർമാനും സ്നേഹം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചെയർമാനുമായ അജിലാൻ ഉസ്താദ് അവറുകൾ വളരെയധികം ലക്ഷ്യബോധത്തോടുകൂടിയും വളരെ ത്യാഗ നിർഭരമായ പ്രവർത്തനങ്ങളിലൂടെയുമാണ് ഈ മദ്രസ ഇന്നീ കാണുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അദ്ദേഹം ഈ മദ്രസയുടെ വിജയത്തിന് വേണ്ടി, ഈ മദ്രസയുടെ സുഗമമായ പ്രവർത്തനത്തിന് വേണ്ടി ധാരാളം മദ്രസകൾ ഇന്ത്യയിലുടനീളം അദ്ദേഹം സന്ദർശിക്കുകയുണ്ടായി. ശേഷം വിദേശത്ത് പോകുമ്പോഴും എപ്പോഴും എന്തെങ്കിലും ഒരു പുതിയ കാര്യം പഠിച്ച് നമ്മുടെ ഈ മദ്രസയിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടി, ഈ സ്ഥാപനത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി അദ്ദേഹം ആ പുതിയ കാര്യം പഠിച്ച് കൊണ്ടുവന്ന് ഇവിടെ അവതരിപ്പിച്ച് എല്ലാവരോടും മശൂറ ചെയ്ത് നല്ലൊരവസ്ഥയിൽ നമ്മുടെ മദ്രസയിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാറുണ്ട്. അദ്ദേഹത്തിന്റെ ഈ സ്തുത്യർഹമായ പ്രവർത്തനത്തെ എത്ര പ്രശംസിച്ചാലും മതിയാവുകയില്ല. അദ്ദേഹത്തെ ദാറുൽ ഈമാന്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇന്ന് നമ്മുടെ മദ്രസയെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ബഹുമാന്യനായ സയ്യിദ് മൗലവി അൽ കൗസരി ഉസ്താദ് അവറുകളാണ്. അദ്ദേഹം വളരെ ത്യാഗത്തിൽ നമ്മുടെ മദ്രസയിൽ ആത്മാർത്ഥമായി മദ്രസയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി വളരെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്.
അദ്ദേഹത്തെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം ഇന്നത്തെ വിശിഷ്ട അതിഥികൾ ഏറ്റവും പ്രധാനപ്പെട്ടത് 2 പേരാണ്. ബഹുമാന്യനായ ജനാബ് ഷിഹാബുദ്ദീൻ സാഹിബ് അവറുകൾ നമ്മുടെ മദ്രസയുടെ കൺവീനറാണ്, അജ്ലാൻ ഉസ്താദിൻ്റെ സഹോദരൻ കൂടിയാണ്. ഇന്നത്തെ ഈ യോഗം അല്ലെങ്കിൽ ഇന്നത്തെ ഈ മഹനീയമായ സദസ്സ് അദ്ദേഹത്തെ കൂടി പങ്കെടുപ്പിക്കാൻ വേണ്ടിയാണ് ഏകദേശം 1 മാസത്തോളം നമ്മൾ നീട്ടി ഈ ഡേറ്റിലേക്ക് ആക്കി വെച്ചത്. അദ്ദേഹം വിദേശത്ത് സേവനമനുഷ്ഠിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വരവും കൂടി വരുന്ന ഒരു ദിവസം നമ്മൾ നേരത്തെ തന്നെ ചിട്ടപ്പെടുത്തിയതാണ്. ഇന്നത്തെ ഈ മഹനീയമായ സദസ്സ് അദ്ദേഹത്തെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ മദ്രസയുടെ പുരോഗമനപരമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ആത്മാർത്ഥമായി വന്നെത്തുന്ന ഒരു മഹതിയാണ് നസീറ മക്കാർ എറണാകുളം മഹതി അവറുകൾ. നമ്മുടെ മദ്രസയുമായി ആത്മാർത്ഥമായി എല്ലാ പ്രവർത്തനങ്ങളിലും എത്തിച്ചേരാൻ കഴിയുന്ന പ്രവർത്തനങ്ങളിലെല്ലാം വളരെ ദൂരത്തു നിന്നാണെങ്കിലും എത്താറുണ്ട്. മഹതി അവറുകളെ ദാറുൽ ഈമാന്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം നമ്മുടെ ഈ പരിസര മദ്രസകളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഉസ്താദുമാർ, അതുപോലെ തന്നെ നമ്മുടെ ഈ മദ്രസയ്ക്ക് എപ്പോഴും നല്ല ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നൽകുന്ന ബഹുമാനിയായ അൽ ഹാഫിദ് അബ്ദുൽ വഹാബ് മലാഹരി ഉസ്താദ് അവറുകൾ നൂറുൽ ഹുദ അക്കാദമി കൈതോട് ചെയർമാനാണ്. അദ്ദേഹത്തെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിട്ടുള്ള എല്ലാ മഹത് വ്യക്തിത്വങ്ങൾ, നമ്മുടെ ഹബീബ് കൊല്ലം മാധ്യമപ്രവർത്തകനാണ്. നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ആത്മാർത്ഥമായി സഹകരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തോടൊപ്പമുള്ള അനീസ് മുഹമ്മദ് ബിസ്മില്ല ട്രേഡിംഗ്, അദ്ദേഹത്തെയും അവരിരുവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം വേദിയിലും സദസ്സിലുമുള്ള എല്ലാ പ്രിയപ്പെട്ട ഉസ്താദുമാരെയും, നല്ലവരായ നാട്ടുകാരെയും, പ്രിയപ്പെട്ട രക്ഷിതാക്കളെയും, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഇതര മതത്തിൽപ്പെട്ട പ്രിയപ്പെട്ട സ്നേഹിതന്മാരെയും ഇന്നത്തെ ഈ സദസ്സിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹൃദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തതായിട്ട് നമ്മുടെ മജ്‌ലിസിന്റെ ഉദ്ഘാടനമാണ്. നമ്മുടെ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൻ്റെ ആത്മീയവും ഭൗതികമായ ഉന്നതിക്ക് വേണ്ടി അക്ബരാത്രം ത്യാഗം ചെയ്യുന്ന ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിലെ മലയാളികളുടെ നിറസാന്നിധ്യമായ ധാരാളം പണ്ഡിതന്മാരുടെ ഗുരുവര്യനും ധാരാളം ആളുകളുടെ മുറബി മുർഷിദുമായ മൗലാന അബ്ദുൽ ഷുക്കൂർ അൽ ഖാസിമി ഉസ്താദ് അവറുകളെ എല്ലാവിധ സ്നേഹാദരവുകളോടുകൂടി ഈ മജ്‌ലിസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. السلام عليكم ورحمة الله وبركاته. نحمده ونصلي ونسلم على رسوله الكريم، أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين. قال النبي صلى الله عليه وآله وسلم: الدال على الخير كفاعله، أو كما قال رسول الله صلى الله عليه وسلم. എല്ലാവരോടും കരുണയുള്ളവനും ഏറ്റവും വലിയ കാരുണ്യവാനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തിരുനാമത്തിൽ
അള്ളാഹുവിനോട് സഹായം ചോദിച്ചുകൊണ്ട് ആ തിരുനാമത്തിൻ്റെ ഐശ്വര്യം ആഗ്രഹിച്ചുകൊണ്ട് ഈ അനുഗ്രഹീതമായ സദസ്സ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം എല്ലാവരോടും വലിയ കൃപയും കരുണയുമുള്ളവനാണ്. അള്ളാഹുവിൻ്റെ കൃപയുടെയും കാരുണ്യത്തിൻ്റെയും ഏറ്റവും വലിയ നിദർശനമാണ് മഹാന്മാരായ നബിമാർ. ആ നബിമാർ കൊണ്ടുവന്ന അനുഗ്രഹീത സന്ദേശങ്ങൾ ഈ നബിമാരിലും അനുഗ്രഹീത സന്ദേശങ്ങളിലും ഏറ്റവും സമ്പൂർണവും അതിസുന്ദരവും അങ്ങേയറ്റം സരളവുമായ ഒരു സന്ദേശവുമായിട്ടാണ് അന്ത്യപ്രവാചകൻ സയ്യിദുൽ കൗനൈൻ ഖാതമുൻ നബിയ്യീൻ ഷഫീഉൽ മുദ്നിബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗതനായത്. ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും സന്ദേശവും അതിലെ ഓരോ കാര്യങ്ങളും പടച്ചവൻ്റെ കാരുണ്യത്തിൻ്റെ ആഴവും പരപ്പും നമുക്ക് കാട്ടിത്തരുന്നു. അതിനെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് പ്രിയപ്പെട്ട സഹോദരൻ ഉസ്താദ് ഷാഫി മൗലവി അൽ ഹസനി അൽ ഖാസിമി വിവരിക്കുന്നതാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇവിടെ വിനീതൻ ഈ അനുഗ്രഹീത സ്ഥാപനത്തിലെ ഇന്നത്തെ വലിയൊരു പ്രത്യേകതയായ 2 മക്കളുടെ ഖുർആൻ പൂർത്തീകരണവും അതുപോലെ കാലഘട്ടത്തിൻ്റെ വലിയൊരു ആവശ്യവുമായ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രം പറയുകയാണ്. അള്ളാഹു ശരിയായ നിലയിൽ പറയാനും കേൾക്കാനും അതിലുപരി ഉൾക്കൊള്ളാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ആദരവായ റസൂലുള്ളാഹി പറയും സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന സുന്ദരവും സരളവും സമ്പൂർണവുമായ അധ്യാപനങ്ങളിൽ ഒന്നാണ് ജാരിയായ സദഖ, വഖഫ്, നിലനിൽക്കുന്ന ദാനങ്ങൾ. ഒരു മനുഷ്യൻ്റെ മരണത്തോടെ നമുക്കെല്ലാവർക്കും 2 സങ്കടങ്ങൾ പ്രത്യേകിച്ചും ഇന്നത്തെ സാഹചര്യത്തിലുണ്ടാകും. ഒന്ന്, പടച്ചവനെ എൻ്റെ വാപ്പ അല്ലെങ്കിൽ എൻ്റെ ഉമ്മ കുറച്ച് നാളുകൂടി ജീവിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്മകൾ ചെയ്യാൻ അവർക്ക് സാധിക്കുമായിരുന്നല്ലോ, അതുപോലെ അവർക്ക് കുറച്ച് കൂടുതലായി സേവനങ്ങൾ ചെയ്യാൻ കഴിയുമായിരുന്നല്ലോ. ഈ 2 ചിന്ത നമ്മെ വല്ലാതെ വേട്ടയാടുന്നതാണ്. എൻ്റെ വാപ്പയും ഉമ്മയും അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് മർഹമത്ത് നൽകുമാറാകട്ടെ. ഈ ലോകത്ത് നിന്ന് യാത്രയായപ്പോൾ ഈ 2 ചിന്തകൾ ഒരുതരം ഭ്രാന്തമായ അസ്വസ്ഥത നിറഞ്ഞ അവസ്ഥ സംജാതമാക്കുകയുണ്ടായി. പ്രത്യേകിച്ചും എൻ്റെ ഉമ്മ വളരെ ചെറുപ്പത്തിലാണ് ഈ ലോകത്ത് നിന്ന് യാത്രയാകുന്നത്. രാവും പകലും നന്മയായിരുന്നു. അല്ലാഹുവേ, ഉമ്മ കുറച്ച് നാളും കൂടി ജീവിച്ചിരുന്നെങ്കിൽ അവർക്ക് കുറച്ച് കൂടുതൽ നന്മകൾ ചെയ്യാൻ സാധിക്കുമായിരുന്നല്ലോ.
ഞാൻ 11ാമത്തെ വയസ്സിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം മുംബൈക്ക് ഒരു സേവനവും ചെയ്യാൻ സാധിച്ചില്ല. പഠിച്ചു കഴിഞ്ഞ് ഉടനെ തന്നെ ജോലിക്കിറങ്ങി. പാവപ്പെട്ട കുഞ്ഞുങ്ങൾ പഠിക്കും. സഹോദരങ്ങളെ, നമ്മളുടെ മാതാപിതാക്കൾക്ക് നാം നിയ്യത്ത് ചെയ്യുന്ന എല്ലാവർക്കും, അതിലെല്ലാം ഉപരി നമുക്കും ഇതിൻ്റെ പ്രതിഫലം നിലയ്ക്കാതെ ലഭിച്ചുകൊണ്ടിരിക്കും. ഈ സ്ഥാപനങ്ങളുടെ എല്ലാം പ്രേരകമായ ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്ഥാപനം മദ്രസ ഹസനിയയുടെ സ്ഥാപകൻ ഈ ലോകത്ത് നിന്ന് യാത്രയായി. അന്ന് ജീവിച്ചിരുന്നൊരു സ്വാത്വികനായ മഹാൻ തഴവ മഹാനിൻ്റെ അരുവി ഒഴുകുന്നതായിട്ട് ഈ സ്വപ്നം കേട്ട ഉടനെ ദക്ഷിണ കേരള ജമീയത്തുൽ ഉലമ മർഹൂം പറയുകയുണ്ടായി, ഒരു സ്വപ്ന വ്യാഖ്യാനത്തിൻ്റെയും ആവശ്യമില്ല, സേട്ടു സമ്പത്ത് ദീനിനു വേണ്ടി കൊടുത്തു, അതിൻ്റെ പ്രതിഫലം പ്രവാഹമായി ഖബറിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു ഈ സ്ഥാപനത്തെ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തുമാറാകട്ടെ. നമ്മൾ ദുആ ചെയ്യണം, അതിനുവേണ്ടി പരിശ്രമിക്കണം. ഒരു ദീനിയായ സ്ഥാപനത്തിനെ പറ്റിയും വല്ലാഹി എതിർപ്പ് പറയാൻ പാടില്ല. നിയ്യത്തെടുക്കണം എല്ലാവരും. മഹത്വമല്ലെന്ന് മാത്രമല്ല, നിന്ദ്യമായ കാഴ്ചപ്പാടാണ്. ദീനിൻ്റെ മാർഗത്തിലുള്ള ഒരു സ്ഥാപനത്തെ നമ്മൾ നിന്ദിക്കാൻ പാടില്ല, ഒരു നന്മയെയും നിന്ദിക്കാൻ പാടില്ല. ഈ സ്ഥാപനം സ്ഥാപിച്ചവർക്ക് ഇതിനു വേണ്ടി സാമ്പത്തികമായി വാചകത്തിലൂടെ, അതുപോലെ തന്നെ ദുആയിലൂടെ, മക്കളെ വിളിച്ചുകൊണ്ട് വന്നുകൊണ്ട് അവർക്ക് സേവനം ചെയ്യുന്നതിലൂടെ, പ്രത്യേകിച്ച് സഹോദരിമാരെ മനസ്സിലാക്കി പാവപ്പെട്ട പെൺകുട്ടി പ്രിയപ്പെട്ട ഈ മാതാപിതാക്കൾക്കും ഈ മക്കളെ സേവിച്ച മുഴുവൻ ആളുകൾക്കും ലഭിക്കുന്നതാണ്. ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു മാ ഖദ്ദമൂ വആസാറഹും വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. എല്ലാവരും ഓർക്കണം, മരിച്ച മുഴുവൻ ആളുകളെയും തീർച്ചയായും നാം രണ്ടാമത് ജീവനോടെ എഴുന്നേൽപ്പിക്കും. എല്ലാവരെയും എഴുന്നേൽപ്പിക്കും. കാരാളികോളം ഖബർസ്ഥാനിൽ കിടക്കുന്നവർ, മദീന മുനവറയിൽ ഉറങ്ങുന്ന പാവപ്പെട്ട ഉമ്മ അടക്കമുള്ള മുഴുവൻ ആളുകളെയും നാം ജീവിപ്പിക്കും. 1. 2, വാപ്പ ഉമ്മ ചെയ്ത മുഴുവൻ കാര്യങ്ങളും ഏറ്റവും ഇന്നത്തെ പ്രായപൂർത്തിക്ക് ശേഷം ഓർമ്മയോടുകൂടി ചെയ്ത മുഴുവൻ കാര്യങ്ങളും എഴുതി വെക്കും. അടുത്തത് അവരുടെ പ്രവർത്തനങ്ങളെ ദീനുമായി ബന്ധിപ്പിച്ചു, ഇൽമുമായി ബന്ധിപ്പിച്ചു. ഈ സ്ഥാപനം, ഇതുപോലുള്ള സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനുള്ള പ്രേരണ കൊടുത്തു. അങ്ങനെ ഈ സ്ഥാപനം സ്ഥാപിക്കപ്പെട്ടു. ഇവിടെ ഇത്ര വിദ്യാർത്ഥികൾ പഠിച്ചു. അള്ളാഹുവിന്റെ ദാസന്മാർക്കും അള്ളാഹു എഴുതുന്നതാണ്. പ്രവർത്തനങ്ങളുടെ പരിണിത ഫലം. സിനിമാ കോട്ടം ഉണ്ടാക്കാൻ കാരണക്കാരാവുകയും ചെയ്തു. അവിടെ എത്ര പേര് സിനിമ കണ്ടു, എത്ര പേര് വഴികെട്ടു, മുഴുവനും അല്ലാഹു തആല എഴുതുന്നതാണ്. എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായ നിലയിൽ നാം വളരെ വ്യക്തമായ ഏടിൽ എഴുതുന്നതാണ്. കൃത്യമായ നിലയിൽ വ്യക്തമായ ഏടിൽ നാം എഴുതുന്നതാണ് മുഴുവൻ കാര്യം. ജാരിയായ സദഖകൾ, ഈ 2 കാര്യം. 1, നമ്മൾ സാമ്പത്തിക സേവനങ്ങൾ ചെയ്യുന്നവർക്ക് ഇന്ന് വലിയൊരു പ്രചാരണം നടക്കുന്നു. വഖഫ് ചെയ്തത് ഇത് മുഗളന്മാരാണ് പോലും ഐശ്വര്യമുള്ളത് എന്ന് അദ്ദേഹം ഗർജിക്കുകയുണ്ടായി. അതുകൊണ്ട് സഹോദരങ്ങളെ, 1, നമ്മളെല്ലാവരും വഖഫിൽ പങ്കെടുക്കണം. 2, നമ്മളെല്ലാവരും ഈ മക്കളെ ഇതുപോലെ നമ്മളെ മുഴുവൻ മക്കളെയും, ആൺകുട്ടികളെയും പെൺകുട്ടികളെയും നമ്മൾ മദ്രസകളുമായി ബന്ധിപ്പിക്കും. പ്രധാനമായും എനിക്ക് നിങ്ങളോടും ഈ സദസ്സിൽ വെച്ച് നടത്താനുള്ള ഉപദേശം, അതിടയ്ക്ക് വൈകാരികമായി പറയുകയും ചെയ്തു. വഖഫിൻ്റെ ഒരു സ്വത്തിനെയും നമ്മൾ നിന്ദിക്കാൻ പാടില്ല. എല്ലാം സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കണം. ഇതുവരെയും ഇവിടുത്തെ മസ്ജിദും മദ്രസയും നിലനിൽക്കണമെന്ന് ആഗ്രഹമുള്ള ഏതാനും ആളുകൾ ഉണ്ടാകുമോ? പ്രത്യേകിച്ച് വിവിധ നാടുകളിലുള്ള സഹോദരിമാർ ഇവിടെയുണ്ട്. ഓരോ അതുപോലെ മസ്ജിദുകൾ, മദ്രസകൾ അതിന് നിലനിർത്താൻ നാം കൊണ്ടിരിക്കും. നാം ഓരോരുത്തരും പരിശ്രമിക്കണം. വഖഫ് സ്വത്തുക്കൾ സംരക്ഷിക്കപ്പെടും. അതിന് കൂലി സംഭവം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്ക് അവസാനിപ്പിക്കുകയാണ്. ഇന്ത്യ ഇന്നത്തെ അതേ അവസ്ഥ സംജാതമായി.
അതിൽ പഞ്ചാബിലെ ഒരു നാട്ടിൽ നിന്നും ജനങ്ങൾ നാട് വിട്ടു പോകാൻ നിർബന്ധിതരായി. എന്നിട്ട് ഈ സമയത്ത് ഹജ്ജിന് പോയ മനുഷ്യങ്ങൾ എല്ലാവരും ആദ്യം ബന്ധപ്പെട്ട് നോക്കി നിന്നു. ഇദ്ദേഹം പതുക്കെ മസ്ജിദിലേക്ക് പോയി. വീടെല്ലാം മറ്റുള്ളവർ മറ്റുള്ളവർ കയ്യേറിയിരിക്കുന്നു. മസ്ജിദിന്റെ മൂലയിൽ സംസം വെള്ളവും കാറിക്കയും തൻ്റെ സാധനങ്ങളെല്ലാം വെച്ചു, നമസ്കരിച്ചു. നാട്ടുകാരെ എല്ലാം വന്ന് കണ്ടു, അവരോട് സ്നേഹത്തിൽ കഴിഞ്ഞു, ബന്ധപ്പെട്ടു. നാട്ടുകാർ അദ്ദേഹവുമായി പതുക്കെ ഇറങ്ങി. അവർ പറഞ്ഞു, നിങ്ങൾ ഈ മസ്ജിദിൽ താമസിച്ചു, വീടൊന്നും തിരിച്ചു തരത്തില്ല, മസ്ജിദിൽ താമസിച്ചു കൊള്ളിൻ. അദ്ദേഹം പറഞ്ഞു, വളരെ സന്തോഷം, ഞാൻ അതിനുവേണ്ടി ഇങ്ങോട്ട് വന്നത്. മസ്ജിദിൽ താമസിച്ചു, മദ്രസയിൽ അദ്ദേഹം കഴിഞ്ഞുകൂടി. കുറേ നാൾ കഴിഞ്ഞ് അദ്ദേഹത്തിന് മരിക്കാൻ സമയമായി. അദ്ദേഹം നാട്ടുകാരോട് പറഞ്ഞ്, ഞാൻ നാട് വിട്ടു പോകാൻ ആഗ്രഹിക്കുന്നു, ഇതുപോലെ എനിക്ക് മരണം സംഭവിക്കും, എനിക്ക് മര്യാദയ്ക്ക് ഖബറടക്കപ്പെടണം. ആ നാട്ടുകാർ പറയുകയുണ്ടായി, ഇല്ല, നിങ്ങൾ പോകാൻ പാടില്ല. ഒന്നുകിൽ നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ 2 മണിക്കൂർ നേരത്തേക്ക് മുസ്ലിമായി നിങ്ങളെ കുളിപ്പിച്ച് മയ്യത്ത് നമസ്കരിച്ച് ഖബറടക്കാം, ശേഷം ഞങ്ങൾ ഹിന്ദുക്കളും സിഖുകാരും ആയിക്കൊള്ളാം. അദ്ദേഹം പറഞ്ഞത് അത് പറ്റുകയില്ല, ഇസ്ലാമിൽ ഇങ്ങനെയുള്ള കാര്യത്തിന് മുസ്ലിമാകുന്നൊന്നുമില്ല. എന്നാൽ പിന്നെ ദൂരത്ത് ഞങ്ങൾ പോയി ഉസ്താദിനെയും വിദ്യാർത്ഥികളെയും കൂട്ടിക്കൊണ്ടുവരാം. അദ്ദേഹം പറഞ്ഞു, മരിച്ചാൽ എത്രയും പെട്ടെന്ന് ഖബറടക്കണമെന്നാണ് നിയമം. മൂന്നാമത്തെ ഒരു കാര്യം പറഞ്ഞു, പടച്ചവൻ നമ്മുടെ രാജ്യത്ത് പറയാനുള്ള സാഹചര്യം ഒരുക്കുമാറാകട്ടെ. ഞങ്ങൾ ഈ നാട്ടിൽ നിന്ന് മടിച്ചോടിച്ച ആളുകൾ ഡൽഹിയിലെ പ്രാന്തപ്രദേശങ്ങളിൽ ചെളിയിലും ചേതലും കഴിയുന്നുണ്ട്, ഞങ്ങൾ അവരെ പോയി ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരാം. അദ്ദേഹം പറഞ്ഞു, അത് വലിയ സന്തോഷകരമായ കാര്യം. ആൾക്കാരെ പോയി കൂട്ടിക്കൊണ്ടുവന്നു. വീടുകളിൽ താമസിച്ച ഇവരുടെ സഹോദരങ്ങളെ പിടിച്ചിറക്കി അവരവിടെ താമസിപ്പിച്ചു. ഈ സംഭവം പറഞ്ഞ മൗലാന അബുൽ ഹസൻ അലി നദ്വി അദ്ദേഹത്തിന് വിയോഗത്തിന് 2 വർഷം മുമ്പാണ് പേഴ്സണൽ ബോർഡിന്റെ യോഗത്തിൽ ഈ കാര്യം അദ്ദേഹം പറഞ്ഞത്. ഇന്നും ആ നാട്ടിൽ ബാങ്ക് നടക്കുന്നുണ്ട്, മദ്രസ നടക്കുന്നുണ്ട്, ആ മസ്ജിദും വഖഫ് സ്വത്തുക്കളും സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഈ മദ്രസയുടെ ഈ സമയത്ത് എനിക്ക് നിങ്ങളോടുള്ള ഉപദേശം, നമ്മളെല്ലാവരും ഇത്തരം മദ്രസകളെ സേവിക്കും. അതുപോലെ തന്നെ ആ മദ്രസകളിലെ വിദ്യാർത്ഥികളെ സേവിക്കും, അവരെ ഉറപ്പിച്ചു നിർത്തിൻ. അതുപോലെ നമ്മുടെ നാട്ടിലുള്ള മദ്രസകളെയും മസ്ജിദുകളെയും സംരക്ഷിക്കാൻ നമ്മൾ പരിശ്രമിക്കും. എല്ലാത്തിനുപരി റഹ്മാനായ റബ്ബിനോട് നമ്മൾ താണുകയാണ്, ദുആയിരക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഓതിയ ആയത്തൊന്നും കൂടി ഓതുന്നു, ഇന്നാ നഹ്നു നുഹ്യിൽ മൗത, മരിച്ച എല്ലാവരെയും നാം ജീവിപ്പിക്കും. വനക്തുബു മാ ഖദ്ദമു വആസാറഹും, പ്രവർത്തിച്ച കാര്യങ്ങളും ആ പ്രവർത്തനത്തിന്റെ പരിണിത ഫലങ്ങളും നാം എഴുതി രേഖപ്പെടുത്തും. വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ, എല്ലാ കാര്യങ്ങളും വ്യക്തമായ ഒരു ഗ്രന്ഥത്തിൽ നാം അതിനെ കൃത്യമായി രേഖപ്പെടുത്തുന്നതാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ, സഹായിക്കുമാറാകട്ടെ. അള്ളാഹു ഈ സ്ഥാപനത്തെ കബൂലാക്കുമാറാകട്ടെ. അള്ളാഹു ഇവിടെ ധാരാളം വിദ്യാർത്ഥിനികൾ വന്ന് ഇവിടെ നിന്നും ഇൽമ പഠിച്ച് അതിൻ്റെ പ്രകാശം ഉൾക്കൊണ്ട് ആത്മസംസ്കരണമുള്ളവരായി പ്രബോധകരായി മാറി അവർക്ക് അവരുടെ നാടുകളിൽ പോയി വീടുകളിൽ പോയി പ്രവർത്തിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതിന് സേവന സഹായങ്ങൾ ചെയ്യുന്ന എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ചും ഈ സ്ഥാപനത്തെ വളരെ താല്പര്യത്തോടെ അങ്ങേയറ്റ ചിന്തയോടെ ഇതിനെ കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട അജ്ലാൻ ഉസ്താദ്, മറ്റു ഉസ്താദുമാർ, സഹായികൾ, സേവകന്മാർ എല്ലാവർക്കും പടച്ചവനോട് ദുആ ചെയ്യുന്നു. അള്ളാഹു അവരുടെ റഹ്മത്തുകൾ, ബർക്കത്തുകൾ ഇവരുടെ ജീവിതത്തിൽ അള്ളാഹു വർഷിപ്പിക്കുമാറാകട്ടെ. വആഖിറു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദിന് ബർക്കത്ത് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ മനോഹരമായ രീതിയിൽ കാലിക പ്രസക്തിയുള്ള വളരെ മനോഹരമായ ഒരു നസീഹത്ത് നൽകിക്കൊണ്ട് നമ്മുടെ ഈ സദസ്സിനെ ഉദ്ഘാടനം ചെയ്ത ഉസ്താദുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഐശ്വര്യങ്ങളും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്തതായി വിഷയം ഓഫ് ദാറുൽ ഈമാനാണ്. അത് അവതരിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ മദ്രസയുടെ ചെയർമാനും മദ്രസയുടെ എല്ലാമായ മദ്രസ ഏറ്റവും മനോഹരമായ രീതിയിൽ നടത്തുന്നതിന് വേണ്ടി ധാരാളം സ്ഥലങ്ങളിലും മദ്രസയിലും അതുപോലെ കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തുമുള്ള പല കലാലയങ്ങളും പോയി സന്ദർശിക്കുകയും അവിടെ നിന്നുള്ള നല്ല ആശയങ്ങൾ ഗ്രഹിക്കുകയും അത് ഇവിടെ വന്ന ഉസ്താദുമാരുമായി ഗുണകാംക്ഷികളുമായി മദ്രസയുമുള്ള സ്നേഹമുള്ളവരുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്ത് നല്ല വശങ്ങളെ കൊണ്ടുവരാൻ അഘോരാത്രം ത്യാഗം അനുഭവിക്കുന്ന ബഹുമാനപ്പെട്ട ഉസ്താദുകളെ വിഷൻ ഓഫ് ദാറുൽ ഈമാൻ അവതരിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാവിധ സ്നേഹാദരവോടൊപ്പം ക്ഷണിച്ചുകൊള്ളുന്നു.
بسم الله الرحمن الرحيم. الصلاة والسلام على أشرف الأنبياء وسيد المرسلين وعلى آله وصحبه أجمعين. أما بعد. ആദരണീയനായ ഉസ്താദുമാരെ, സ്നേഹനിധികളായ മക്കളെ, ബഹുമാന്യരായ മാതാപിതാക്കളെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിനെ പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ഓരോരുത്തരുടെയും ദുന്യവിയും ഉഖ്റവിയുമായ എല്ലാ കാര്യങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല ഏറ്റെടുത്ത് നടത്തുകയും വിജയിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഈ സദസ്സിൽ കൂടിയ ഓരോരുത്തരെയും അള്ളാഹു പ്രത്യേകമായി സ്വീകരിക്കുകയും നാളെ ആഖിറത്തിൽ ഉന്നതമായ ദർജകൾ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. രോഗങ്ങളുള്ളവർ, ശാരീരികമായും മാനസികമായും ബുദ്ധിമുട്ടുള്ളവർ, പ്രയാസമുള്ളവർ, വിഷമങ്ങളുള്ളവർ, അല്ലാഹു തആല ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾക്ക് ഉത്തമമായ പരിഹാരങ്ങളും മാർഗങ്ങളും നൽകി ആരോഗ്യമുള്ള, ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കടങ്ങളുള്ളവർ, എല്ലാവരുടെയും കടങ്ങൾ തീരുന്നതിനുള്ള മാർഗങ്ങളും അതിനുള്ള വഴികളും അല്ലാഹു തആല ഓരോരുത്തർക്കും തുറന്നു തരുമാറാകട്ടെ. കടമില്ലാതെ ഈ ലോകത്ത് ജീവിച്ചു മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. പ്രത്യേകിച്ച് നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് പേർ നാടിൻ്റെ നാനാഭാഗങ്ങളുണ്ട്. അള്ളാഹുവിനറിയാം ഓരോരുത്തരുടെയും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും. അതെല്ലാം അല്ലാഹു തആല പരിപൂർണമായി നടത്തി കൊടുക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് ഈ മദ്രസയെ സഹായിക്കുന്ന, ഇതിൻ്റെ നന്മയ്ക്ക് വേണ്ടി ദുആ ചെയ്യുന്ന, ഉപദേശങ്ങൾ നൽകുന്ന, ഇതിൻ്റെ ഗുണകാംക്ഷികളായ ഒരുപാട് പേരുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും അവരുടെ ദുന്യവിയും ഉഖ്റവിയുമായ മുഴുവൻ വിജയങ്ങളും നൽകുമാറാകട്ടെ. ഏതൊരു ആഗ്രഹത്തോടെ, ഏതൊരു ആവശ്യവുമായിട്ടാണോ നമ്മളിലേക്ക് എത്തിയത്, പടച്ചവൻ അവരുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുകയും ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രത്യേകിച്ച് ഈ നാട്ടിലെ മുഴുവൻ ദീനീ സ്ഥാപനങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാൾ വരെ നിലനിർത്തുമാറാകട്ടെ. നമ്മുടെ ഈ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളെയും അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ഉഖ്റവിയായ ആലിമീങ്ങളും ഹാഫിദീങ്ങളുമാക്കി അല്ലാഹു തആല പുറപ്പെടുവിക്കുമാറാകട്ടെ. ഈ ഉമ്മത്തിന് പ്രയോജനപ്രദമായ, അതായത് തനതായ രീതിയിൽ ദീനിനെ ഖിയാമത്ത് നാൾ വരെ നിലനിർത്താൻ ഉപകാരപ്പെടുന്ന ഒരു ഉലമാഇന്റെ സംഘമായി അള്ളാഹു പുറപ്പെടുവിക്കുമാറാകട്ടെ. ആദരണീയരായ എൻ്റെ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ദാറുൽ ഈമാൻ ഈ മദ്രസ വളരെ ഉദ്ദേശത്തോടും ലക്ഷ്യത്തോടും കൂടിയാണ് ഇന്ന് നാം ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇതിൽ പ്രത്യേകമായ ഒരു ഇസങ്ങളോ രാഷ്ട്രീയമായ ഇടപെടലുകളോ സംഘടനാപരമായ ഒരു നീക്കങ്ങളോ ഈ മദ്രസയിൽ ഇല്ല എന്ന് ആദ്യമായി ഞാൻ നിങ്ങളോട് പറയട്ടെ. ഈ മദ്രസയെ നാം ഉദ്ദേശിക്കുന്നത് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുതൽ ഇതുവരെ ജീവിച്ചു വന്ന സന്മാർഗികളായ ഉലമാക്കൾ കാണിച്ചു തന്ന പാതയിലൂടെ യഥാർത്ഥമായ സുന്നത്തിനെയും ഖുർആനിനെയും പിൻപറ്റി ജീവിക്കുന്ന ഒരു ഉത്തമ സമൂഹത്തെ വാർത്തെടുക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യം. ഈ മദ്രസയിൽ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ഒരുപക്ഷെ ഹാഫിളാകണമെന്നില്ല, എങ്കിൽ പോലും ഈ സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന, കരുണയുള്ള, സ്നേഹമുള്ള, ദയയുള്ള, ഈ സമൂഹത്തിൽ അഴിമതിയില്ലാത്ത, അക്രമമില്ലാത്ത, ഒരു സമാധാനപരമായ, സംസ്കാരമുള്ള ഒരു ജനതയെ വാർത്തെടുക്കുക എന്നത് പ്രധാനമായ ലക്ഷ്യമാണ്. ആലിമായാലും ആലിമായില്ലെങ്കിലും, ഹാഫിളായില്ലെങ്കിലും ഈ ഉമ്മത്തിന് പ്രയോജനപ്രദമായ
നല്ല ഒരു ഉമ്മത്തിനെ വാർത്തെടുക്കുക എന്നത് പ്രധാനമായ ഒരു ലക്ഷ്യമാണ്. ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നവരിൽ അധികവും നമ്മുടെ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കളാണ്. അവരോട് എനിക്ക് പ്രത്യേകമായി പറയാനുള്ള ഒരു കാര്യം, നമ്മുടെ മദ്രസയിൽ ഇന്ന് നിയമങ്ങൾ കുറച്ച് സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്. ഇതിനെ സംബന്ധിച്ച് പലർക്കും ഒരു വൈഷമ്യത പ്രകടിപ്പിക്കുകയും പല വിധത്തിലും എന്തിനാണ്, പ്രിയമുള്ള രക്ഷിതാക്കളെ വളരെ ശ്രദ്ധിച്ച് കേൾക്ക്, പ്രത്യേകിച്ച് ഈ മദ്രസയിലേക്ക് കുട്ടികൾ വിടുന്ന രക്ഷിതാക്കൾ ഒരു സെക്കൻഡ് അല്പം ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ നന്നായിരിക്കും. ഇന്ന് നമ്മുടെ മദ്രസയിലെ നിയമങ്ങൾ അല്പം കർശനമാക്കിയപ്പോൾ പല രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നും ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്, ഒരു മദ്രസയാണ്, ഇങ്ങനെ ഇത്രയും കർശനമായ നിയമങ്ങൾ വേണോ എന്ന് നമ്മൾ ചോദിക്കുന്നു. പ്രിയമുള്ള രക്ഷിതാക്കൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. നമ്മുടെ മക്കളെ വലിയ വലിയ സ്കൂളുകളിൽ കൊണ്ടാക്കിയാൽ അവിടെ ഒരു ദിവസമെങ്കിലും ആബ്സെൻ്റ് ആയാൽ അവർ പറയുന്ന രീതിയിൽ ഫൈൻ കെട്ടി അവർ പറയുന്ന രീതിയിൽ ചെയ്തെങ്കിൽ മാത്രമേ രണ്ടാമത് അവിടെ പ്രവേശിപ്പിക്കുകയുള്ളൂ. നമ്മുടെ മദ്രസയിലേക്ക് ഖുർആൻ പഠിക്കാൻ വേണ്ടി അയച്ച മക്കളുടെ കാര്യത്തിൽ പോലും ഇന്ന് രക്ഷിതാക്കൾ കൊള്ളുന്ന നിലപാട് നമ്മുടെ പ്രാഥമിക മദ്രസകളിൽ ചെയ്യുന്നത് പോലെയാണ്. പ്രാഥമിക മദ്രസകൾ 1-ാം ക്ലാസ് മുതൽ 8-ാം ക്ലാസ് വരെ 10-ാം ക്ലാസ് വരെ മക്കളെ പഠിപ്പിക്കും. എന്നിട്ട് ആ കുട്ടികൾക്ക് ഒരു ഫാത്തിഹ ഓതാൻ നല്ലപോലെ അറിയുമോ, സലാ ഓതാൻ അറിയോ, അത്തഹിയാത്ത് ഓതാൻ അറിയാമോ, മയ്യിത്തിന്റെ ദുആ അറിയാമോ എന്ന് ചോദിച്ചാൽ അറിയില്ല. ആ കുറ്റം പറയുന്നത് അവിടെ പഠിപ്പിക്കുന്ന ഉസ്താദന്മാർ പഠിപ്പിക്കുന്നില്ല എന്നായിരിക്കും. പക്ഷേ അതിൻ്റെ കാരണം എന്താണെന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും. മദ്രസ എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ മദ്രസയിൽ പഠിച്ചു എന്ന് പറയാൻ വേണ്ടി മാത്രം പ്രാഥമിക മദ്രസകളിലേക്ക് അയച്ച് ഒരു ഉത്തരവാദിത്വം തീർക്കുന്ന രീതിയിലാണ് മക്കളെ പഠിപ്പിക്കുന്നത്. 7 മണിക്ക് മദ്രസയിൽ വരും, 7:30 ട്യൂഷന് പോകും. വിട്ടില്ലെങ്കിൽ ആ ഉസ്താദ് മോശം, ആ ഉസ്താദ് പന്നല്. ഉടനെ കമ്മിറ്റിക്കാരെ സമീപിക്കും, കമ്മിറ്റിക്കാർ പറയും അവരിഷ്ടത്തിന് വിടും. അവസാനം കുറ്റം ഉസ്താദന്മാർക്ക്. ഉസ്താദന്മാർ കൊള്ളത്തില്ല, ഉസ്താദന്മാർ തോന്നിവാസന്മാർ വരും, ഉസ്താദന്മാർ പഠിപ്പിക്കുന്നില്ല. ഈ കുറ്റം പറഞ്ഞ് അതിൻ്റെ കുറ്റവും ഉസ്താദന്മാരുടെ തലയിൽ കെട്ടിവെക്കുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടുവരുന്നത്. എന്നാൽ നമ്മുടെ ഈ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളെയും മദ്രസയിലേക്ക് വിടുന്ന അധികം രക്ഷിതാക്കളുടെയും കാഴ്ചപ്പാട് ഇതാണ്. ഈ കാഴ്ചപ്പാട് നമ്മൾ മാറണം. ഇതൊരു സാധാരണ വിദ്യാഭ്യാസ സ്ഥാപനമല്ല. ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് പരിശുദ്ധമായ ഖുർആൻ ഹിഫ്ള് പഠിക്കുന്നതിനാണ്. എങ്കിൽ ഈ ഹിഫ്ള് പഠിപ്പിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി മാത്രം ഈ മദ്രസയിലേക്ക് വിടുന്ന മാതാപിതാക്കൾ വളരെ ചുരുക്കമാണ്. ഏകദേശം 100 കുട്ടികളോളം പഠിക്കുന്ന ഈ മദ്രസയിൽ ഹിഫ്ള് പഠിക്കുക എന്ന ലക്ഷ്യത്തോടും ബോധത്തോടും കൂടി പറഞ്ഞയക്കുന്ന രക്ഷിതാക്കളുടെ എണ്ണം നോക്കിയാൽ ചിലപ്പോൾ 10 പേരുണ്ടാവും. അധികം ആളുകളും അന്വേഷിക്കുന്നത് ഇവിടുത്തെ സ്കൂൾ പഠനം എങ്ങനെയാണ്. കുട്ടികൾ ഇവിടെ ഇന്ന് എത്ര വരി ഒരു ദിവസം ഖുർആൻ ഹിഫ്ള് ചെയ്യാൻ കൊടുത്തു എന്ന് ഒരു രക്ഷിതാക്കളും അന്വേഷിക്കാറില്ല. നമ്മളിവിടെ പ്രത്യേകമായ ഡയറി എല്ലാ ദിവസവും ഒപ്പിട്ട് കൊടുത്തു വിടണമെന്നുണ്ട്. പക്ഷേ അധിക രക്ഷിതാക്കളും ഇന്ന് കുട്ടി എത്ര വരി പഠിച്ചു എന്ന് പോലും നോക്കാതെ വെറുതെ ഒപ്പിട്ട് കൊടുത്തു വിടുന്നവരായിരിക്കും അധികവും. കാരണം വണ്ടി വരുന്ന സമയത്തായിരിക്കും കുട്ടികൾ ഡയറി എടുത്ത് രക്ഷിതാക്കളതിലോട്ട് കൊടുക്കുന്നത് ഒപ്പിടാൻ. അവർ ഒപ്പിടും, കൊടുത്തു വിടും. പക്ഷേ സ്കൂൾ പഠനത്തിൽ ഒരു മാർക്ക് കുറഞ്ഞാൽ ഉടനെ വിളിച്ച് ചോദിക്കും, എൻ്റെ കുട്ടി എന്താ ഇത്ര പിന്നിലായത്, എൻ്റെ കുട്ടി എന്താ പഠിക്കാത്തത്, ഖുർആൻ പഠിക്കുന്ന വിഷയത്തിൽ എന്തേ നമ്മൾ ഇത്രത്തോളം അന്വേഷിക്കാത്തത്. ഖുർആൻ പഠിക്കുക എന്നുള്ള ലക്ഷ്യത്തേക്കാൾ കൂടുതൽ ഇവിടെ അവർ ആഗ്രഹിക്കുന്നത് സ്കൂൾ പഠനമാണ്. എൻ്റെ പ്രിയമുള്ള രക്ഷിതാക്കളെ, എന്നാൽ ഇതുപോലെ ഒരു സ്കൂൾ പഠനത്തെ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല ദാറുൽ ഈമാൻ. ദാറുൽ ഈമാൻ നാം ഉദ്ദേശിക്കുന്നത് ഭൗതികമായ ആത്മീയമായ വിദ്യാഭ്യാസം രണ്ടും ഒരുപോലെ യോജിച്ചു കൊണ്ടുപോയി ഈ ഉമ്മത്തിന് പ്രയോജനപ്പെടുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം. അല്ലാതെ
കുട്ടികളെ സ്കൂൾ പഠിക്കാൻ വേണ്ടി മാത്രം വിടുന്നതല്ല. 2 കാര്യങ്ങൾ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. 2-3 പേർ പറഞ്ഞ ഒരു അഭിപ്രായത്തെക്കുറിച്ച് കൂടി ഞാൻ നിങ്ങളുടെ ഈ സദസ്സിൽ പറയുക. കാരണം എല്ലാ രക്ഷിതാക്കളും വന്നിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ മാത്രമേ എനിക്ക് നിങ്ങളോട് ഇത് പറയാൻ പറ്റുകയുള്ളൂ. പല രക്ഷിതാക്കൾ പറഞ്ഞൊരു അഭിപ്രായം, കുട്ടി ഖുർആൻ പഠനത്തിൽ ഹിഫ്ലുൽ ബേക്കിലേക്ക് പുറകിലേക്കാണ്. 2 വർഷം പഠിച്ചിട്ടും അവർ 2 ജുസ് 3 ജുസ് 4 ജുസ് പഠിച്ചോളൂ. സ്കൂൾ പഠനത്തിലാണെങ്കിൽ അതുകൊണ്ട് സ്കൂൾ പഠനം കാര്യമായിട്ട് നടക്കുന്നില്ല. നമ്മുടെ മദ്രസയിൽ 5 മുതൽ 10ാം ക്ലാസ് വരെയുള്ള ഓരോ ക്ലാസ്സിലേക്കും പ്രത്യേകമായ ക്ലാസ് ടീച്ചറെ വെച്ച് പ്രത്യേകമായ വിഷയത്തിന് ഉള്ള ടീച്ചർമാരെ നല്ലതുപോലെ ഇന്റർവ്യൂ ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. അൽഹംദുലില്ലാഹ് പഠിക്കുന്ന കുട്ടികൾക്ക് മാർക്കുണ്ട്, പഠിക്കാത്ത കുട്ടികൾക്ക് മാർക്കില്ല. അപ്പോഴും പഠനത്തിന്റെ പ്രശ്നത്തിന്റെ ഉത്തരവാദിത്വം ഇവിടുത്തെ മദ്രസയിലെ ഉസ്താദ്മാരുടെ തലയിൽ വെച്ച് കെട്ടി കുറ്റം പറയുന്ന ഒരവസ്ഥ മാത്രമുണ്ട്. നമ്മൾ 2 കാര്യം മനസ്സിലാക്കണം. നമ്മുടെ മക്കൾ നമ്മുടെ പൊന്നോമനകളാണ്. അവർക്ക് വേണ്ടി നമ്മൾ എന്തും ചെയ്യാൻ തയ്യാറാകും. അതുപോലെ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ കൊച്ചുകുട്ടികളാണെങ്കിലും അവരുടെ ഇഷ്ടത്തിനും താല്പര്യത്തിനും അനുസരിച്ച് പോകുന്നതിനുള്ള ചെറിയ കള്ളത്തരങ്ങളും നമ്മുടെ മക്കളുടെ കയ്യിലുണ്ട്. ഈ കള്ളത്തരങ്ങൾ എന്താണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കാൻ തയ്യാറാകണം. മദ്രസയിൽ ഹിഫ്ള് പഠിക്കാൻ പോകുമ്പോൾ സാധാരണ പോകുന്ന പോലെ കളിച്ച് നടക്കാൻ പറ്റില്ല. 4-5 മണിക്കൂർ അവർ ഇരുന്ന് കഷ്ടപ്പെട്ട് ത്യാഗം ചെയ്ത് ഓതിയെങ്കിൽ മാത്രമേ ഒരു കുട്ടി ഹാഫിളാവുകയുള്ളൂ. അല്ലാതെ ഓടി വന്ന് കളിച്ച് 5 മിനിറ്റ് ഖുർആൻ ഓതി 5 മിനിറ്റ് കളിച്ച് അരമണിക്കൂർ പോയി മറ്റു കാര്യങ്ങൾക്ക് പൂർത്തീകരിച്ചു വന്ന് സ്കൂൾ പഠനം പോലെ വന്നു പോകാനുള്ളതല്ല ഹിഫ്ള് പഠനം. ആ ഹിഫ്ള് പഠനത്തിൽ ഈ ത്യാഗവും ബുദ്ധിമുട്ടും പ്രയാസവും കുട്ടികളുടെ മനസ്സിൽ പ്രയാസമായി തോന്നുമ്പോൾ കുട്ടികൾ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വീട്ടിൽ ചെന്ന് ഓരോ കള്ളത്തരങ്ങൾ പറയാറുണ്ട്. എനിക്ക് പറ്റുന്നില്ല, ഉസ്താദ് അടിക്കുന്നു, ആ ഉസ്താദിനെ കാണുമ്പോൾ പേടിയാവുന്നു, ആ ഉസ്താദ് ഒന്ന് പാടോട്ട് ചിലപ്പോൾ കണ്ണൂരിട്ട് കാണുമ്പോൾ തന്നെ പഠിച്ചോണ്ട് പോയതെല്ലാം മറന്നു പോകുന്നു. ഇത്തരത്തിലാണ് കുട്ടികൾ പരാതി പറയുന്നത്. യഥാർത്ഥത്തിൽ ഇതൊക്കെ നമ്മുടെ കുട്ടികൾ പഠനത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഊരിപ്പോകാനുള്ള മാർഗമാണ് എന്നുകൂടി രക്ഷിതാക്കൾ മനസ്സിലാക്കണം. കുട്ടികൾ നല്ലവരാണ്, നല്ല മക്കളാണ്. അവർ മനഃപൂർവ്വം കള്ളത്തരം ചെയ്തുണ്ടാക്കുന്നതല്ല. പക്ഷേ സാന്ദർഭികമനുസരിച്ച് സാഹചര്യം അനുസരിച്ച് അവർക്ക് നിൽക്കാനും രക്ഷപ്പെടാനുമുള്ള പഴുതുകൾ തേടാത്ത ഒരു മനുഷ്യരുമില്ല. 5 വയസ്സായ കുട്ടികൾ മുതൽ എത്ര വയസ്സായാലും അവരുടെ എല്ലാം മനസ്സിൽ അത്തരത്തിലുള്ള ഒരു ചിന്ത തുറന്നു വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ രക്ഷിതാക്കളോട് ചോദിക്കുന്നു, മക്കൾക്ക് ഖുർആൻ പഠനം ശരിയാകുന്നില്ല, ഓക്കെ, ഖുർആൻ പഠിക്കണ്ട. എന്നാൽ സ്കൂൾ പഠനം നന്നായി ഇവിടെ കൊടുക്കുന്നുണ്ടല്ലോ. എന്തേ നിങ്ങൾ സ്കൂൾ പഠനത്തിനാക്കാത്തത്? സ്കൂളിൽ പോയാലേ സ്കൂൾ പഠനം നടക്കുകയുള്ളൂ എന്ന് ചില രക്ഷിതാക്കൾ പറയുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ കാര്യഗൗരവമായി ഞങ്ങൾ സ്കൂൾ കൊടുക്കുന്നുണ്ട് ഇവിടെ. അപ്പോഴും അവർ മറ്റു സ്കൂളുകളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ വേറെയും രഹസ്യങ്ങളുണ്ട്. കുട്ടികളുടെ ചിന്തയിൽ ഇതുപോലെ ജുബ്ബയിട്ട് തൊപ്പിയിട്ട് കറുത്ത പാൻറ്റും ഒക്കെ ഇട്ട് ഇങ്ങനെ വന്നിരിക്കുന്നതിൽ അവർക്ക് ഇഷ്ടക്കേടുണ്ട്. നാം മനസ്സിലാക്കണം, നമ്മുടെ മക്കളുടെ ഓരോ ചിന്തകൾ വരുമ്പോൾ നമ്മൾ ഈ പ്രായത്തിൽ അവരെ പിടിച്ചു നിർത്തി, മോനെ അതല്ല, നീ ഖുർആൻ പഠിച്ചില്ലെങ്കിൽ നിനക്ക് അത്രയല്ലേ പഠിക്കാൻ പറ്റുന്നുള്ളൂ, നീ അത് പഠി, നീ അവിടെ നിനക്ക് സ്കൂൾ കിട്ടുന്നുണ്ടല്ലോ അത് പഠി എന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധമായി പഠനത്തിലേക്ക് തള്ളിവിട്ട് കൊണ്ടുവന്നാൽ ഇന്ന് ഇവരുടെ ഈ പഠനമെല്ലാം നാളെ കഴിഞ്ഞ് പുറത്തേക്ക് പോകുമ്പോൾ ഇവർ നല്ല സ്വഭാവമുള്ള, സംസ്കാരമുള്ള, സ്നേഹമുള്ള മാതാപിതാക്കൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു തലമുറയെ തിരിച്ചു വരും. അതല്ലാതെ ഈ കുട്ടികൾ പറയുന്ന കാര്യങ്ങൾ കേട്ട് ഇവരെ ഇവിടെ നിന്ന് പിടിച്ചുകൊണ്ടുപോയി സ്കൂളിലാക്കി കഴിഞ്ഞാൽ ഇവരുടെ ഭാവി ഏത് രീതിയിലേക്ക് പോകുന്നതെന്ന് തീർച്ചയായിട്ടും നമുക്ക് നിർണ്ണയിക്കാൻ പറ്റൂല. നാം ഒരു രക്ഷിതാക്കളും വിചാരിച്ചു പോകരുത് എൻ്റെ മോൻ അല്ലെങ്കിൽ എൻ്റെ മോൾ നല്ലതാണ്, ഒരിക്കലും വഴിപിഴച്ചു പോകത്തില്ല, അവൾ അവൾ നന്നായി തന്നെ വരും, ഒരിക്കലും പാഴി പോകില്ല എന്ന് ഏതെങ്കിലും ഒരു മാതാവോ പിതാവോ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ മക്കൾ മൊത്തം വഴിയിട്ട് പോയിട്ടുണ്ട്. നമ്മൾ നമ്മുടെ മക്കളെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും അവരുടെ കാര്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ അതിൽ അവരുടെ കള്ളത്തരങ്ങൾ കൂടി മനസ്സിലാക്കാൻ നാം തയ്യാറാകണം. നിസ്സാരമായ കാര്യങ്ങൾ മദ്രസയിൽ നിന്നുണ്ടാകുമ്പോൾ വീട്ടിൽ നിന്ന് പറഞ്ഞ് അവിടുന്ന് ഉടനെ രക്ഷിതാക്കൾ ഉസ്താദന്മാരെ വിളിച്ച് ചൂടാവുന്നു, ഉസ്താദന്മാരെ വിളിച്ച് ഫയർ ചെയ്യുന്നു. തന്തയ്ക്ക് വരെ വിളിച്ച രക്ഷിതാക്കളുണ്ട്.
തന്തയ്ക്ക് വരെ വിളിച്ച രക്ഷിതാക്കളുണ്ട്. നിങ്ങളോട് തുറന്ന് ഈ സദസ്സിൽ പറയാൻ നാണമുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. പക്ഷെ എങ്കിലും സമൂഹമേ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ എന്താണെന്ന് എന്തെങ്കിലും കുട്ടികൾ വന്ന് വീട്ടിൽ പറഞ്ഞാൽ ഇവിടെ ഉത്തരവാദിത്തപ്പെട്ടിട്ടുണ്ട്. അവരെ വിളിച്ച് ചോദിക്കണം, ഉസ്താദ് എന്താ നടന്നത്? ഈ പ്രശ്നം വെച്ചുകൊണ്ടാണ് ഇന്ന് പള്ളിയുടെ എല്ലാ സ്ഥലങ്ങളും ഏത് ഭാഗങ്ങളിലും ക്യാമറ വെച്ചിരിക്കുന്നതിന് വേണ്ടിയിട്ടാ. നാളെ രക്ഷിതാക്കൾ വന്ന് പരാതി ചോദിച്ചാൽ അവരെ വിളിച്ച് കാണിച്ചു കൊടുക്കണം. ക്യാമറ കാണിച്ചു കൊടുത്തിട്ട് പോലും വിശ്വസിക്കാത്ത രക്ഷിതാക്കളുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ എന്ത് പറയണം? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മുടെ ദാറുൽ ഈമാൻ നിയമങ്ങൾ വളരെ കർശനമായി തന്നെ മുമ്പോട്ട് പോകും. ഈ രീതിയിൽ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളെ മാത്രം പഠിപ്പിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം നമ്മൾ അൽഹംദുലില്ലാഹ് പടച്ചവന്റെ വേണ്ടുകൊണ്ട് ഖുർആൻ പഠിപ്പിക്കുന്നതിന് മദ്രസയുടെ ഭാഗത്തേക്ക് ₹1 പോലും ആരുടെ ഹദിയ എന്ന നിലയിൽ പോലും വാങ്ങാറില്ല. പള്ളിക്ക് മദ്രസയ്ക്ക് ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ അൽഹംദുലില്ലാഹ് അത് പടച്ചവൻ നല്ല കൂലി തരട്ടെ എന്നതിൽ കവിഞ്ഞ് പഠിപ്പിക്കുന്നതിന് ഒരു പൈസ പോലും വാങ്ങാതെ പഠിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം, അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സംസ്കാരമുള്ള നല്ല ഒരു ജനതയെ ഈ ലോകത്ത് വാർത്തെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടും ലക്ഷ്യത്തോടും കൂടിയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള രക്ഷിതാക്കൾ, നമ്മുടെ കുട്ടികളുടെ പഠനത്തിൻ്റെ വിഷയത്തിൽ മദ്രസയുടെ നിയമം വളരെ കർശനമായി തന്നെ കാണുകയും അത് അനുസരിക്കുകയും ചെയ്യണമെന്ന് വളരെ വിനീതമായി നിങ്ങളോട് ഞാൻ ഉപദേശിക്കുകയാണ്. ഇന്ന് ഈ പഠന നിലവാരത്തെക്കുറിച്ച് പറയുമ്പോൾ, ഇന്ന് ഹാഫിളാകാൻ പോകുന്ന ഒരു മകൾ 11 വയസ്സ് പ്രായം. എത്ര വയസ്സാ? 11 വയസ്സ്. 20 മാസമായി മോൾ ഇവിടെ പഠിക്കാൻ വന്നിട്ട് അൽഹംദുലില്ലാഹ് പടച്ചവന്റെ അനുഗ്രഹം കൊണ്ട് നല്ല രീതിയിൽ ഹാഫിളത്തായി. ഖുർആനിന്റെ ഏത് ഭാഗത്ത് നിന്ന് എടുത്തു ചോദിച്ചാലും കണ്ണടച്ചുകൊണ്ട് മോൾ ഓതുന്ന രീതിയിലേക്ക് അവൾ ഹാഫിളത്തായി. ഞാൻ പറയുന്നു, ഈ മദ്രസയിലെ ഉസ്താദുമാരുടെ മികവ് മാത്രമല്ല, ഈ കുട്ടിയെ പഠിപ്പിക്കാൻ വിട്ട രക്ഷിതാക്കളുടെ ഉത്തരവാദിത്വമാണ്. എല്ലാ ദിവസവും ആ വാപ്പായും ഉമ്മായും ഈ മോള് വരുന്നതിന് മുമ്പ് പാഠം പഠിപ്പിച്ച് കേട്ട് മനസ്സിലാക്കി മദ്രസയിലേക്ക് വിടും. എന്താ, ഇതുപോലെയല്ലേ നമ്മുടെ മക്കളും പോകുന്നതും വരുന്നതും? അവൾക്ക് ഇവിടെ ഈ മദ്രസയിൽ ഒരു പ്രത്യേകതയും കൊടുത്തിട്ടില്ല. നാളെ ഹാഫിളായ ഈ മകൾക്ക്, സഫ്വാന എന്ന് പറയുന്ന ഈ കുട്ടിക്ക്, 11 വയസ്സുള്ള ഈ മോക്ക് ഒരു പ്രത്യേകതയും മദ്രസ കൊടുത്തിട്ടില്ല. എല്ലാ കുട്ടികളെയും പഠിപ്പിക്കുന്ന കണക്ക് പഠിപ്പിക്കുന്നു, എല്ലാ കുട്ടികളെയും പാഠം കേൾക്കുന്ന കണക്ക് കേൾക്കുന്നു. അവൾ എത്ര വരി പഠിച്ചോണ്ട് വരുന്നോ അത് കേൾക്കാൻ ഇവിടുത്തെ ഉസ്താദുമാർ തയ്യാറാണ്. ഈ രീതിയിൽ പഠിപ്പിച്ച് ഈ 20 മാസം കൊണ്ട് എങ്ങനെ മോൾ ഹാഫിളത്തായി? ഇത് രക്ഷിതാക്കളെ, കുട്ടികളുടെ കഴിവോ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാരുടെ കഴിവോ അല്ല, ഈ രക്ഷിതാക്കളുടെ ശ്രദ്ധയും അവരുടെ ഉത്തരവാദിത്വ ബോധവും കൂടിയാണ്. ഞാൻ ഒരു രക്ഷിതാവിനെയും കുറ്റം പറയുന്നതല്ല. രക്ഷിതാക്കൾക്ക് പലർക്കും പല ജോലിയും പല ഉത്തരവാദിത്വമുണ്ട്. അതുപോലെ തന്നെ ഈ പഠിപ്പിച്ച ഈ രക്ഷിതാക്കളായ അവർ രണ്ടുപേരും ടീച്ചർമാരാണ്. അവർ രണ്ടുപേരും അവരുടെ ജോലി, സ്കൂൾ ജോലി നോക്കണം, വീട്ടു ജോലി നോക്കണം. ഇതെല്ലാം നോക്കുന്നതിനോടൊപ്പം പ്രത്യേകമായി ആ മകളെ പഠിപ്പിച്ചൊരുക്കിയാണ് വിടുന്നത്. അതുകൊണ്ടാണ് മോൾ എത്രയും പെട്ടെന്ന് ഹാഫിളത്തായത്. ഇത് വലിയൊരു അനുഭവമാണ്. നമ്മുടെ മക്കളും ഹാഫിളീങ്ങളാകും നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിച്ചാൽ. ഹാഫിള് മാത്രമല്ല, അതിനുശേഷം അൽഹംദുലില്ലാഹ് 10 ദൗറ പൂർത്തിയാക്കി കഴിഞ്ഞാൽ അവരെ കിതാബ് പഠിപ്പിക്കും, അതുപോലെ സ്കൂളും പഠിപ്പിക്കും. അപ്പോൾ ദുനിയാവും ആഖിറവും രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു സംവിധാനം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിന് പ്രത്യേകിച്ച് നിങ്ങളുടെ ഓരോരുത്തരുടെയും പിന്തുണയാണ് ആവശ്യം. അല്ലാഹു തആല ഇന്ന് ഇവിടെ ഹിഫ്ള് പൂർത്തിയാകുന്ന മുഹ്സിൻ അബ്ദുൽ ജബ്ബാർ, സഫ്വാന സൈഫുദ്ദീൻ സാർ, അല്ലാഹു തആല എല്ലാവരെയും കബൂലാക്കുമാറാകട്ടെ. അതുപോലെ ഇവിടുത്തെ ഉസ്താദന്മാരും അൽഹംദുലില്ലാഹ് ഈ മദ്രസയുടെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും വേണ്ടി കഠിനമായ അധ്വാനം ചെയ്യുന്നു. അല്ലാഹു തആല അവരെല്ലാവരെയും സ്വീകരിക്കുമാറാകട്ടെ. പിന്നെ ഇവിടെ ഭക്ഷണം പാചകം ചെയ്യാൻ വേണ്ടി നിൽക്കുന്നവർ, അവരും അൽഹംദുലില്ലാഹ് ഈ കുട്ടികളുടെ ഓരോരുത്തരും ചെന്ന് പറയുമ്പോൾ ചൂടുവെള്ളം വേണമെന്ന് പറഞ്ഞാൽ ചൂടുവെള്ളം, പനി എന്ന് പറഞ്ഞാൽ അപ്പോഴതിന് മരുന്ന് എല്ലാം കൊടുക്കാൻ ഇവിടെ പാചകം ചെയ്യുന്ന മാഷാ അല്ലാഹ് മാമിമാർ, അവർ എപ്പോഴും കുട്ടികളോടൊപ്പം ഉണ്ട്. ഉസ്താദന്മാരുടെ ഓരോ ആവശ്യത്തിനും ഓരോരുത്തർക്കും ഓരോ സമയം ഓരോ ആവശ്യം എന്തെന്ന് പറഞ്ഞാലും അപ്പോൾ തന്നെ തയ്യാറാക്കി കൊടുക്കുന്നു. അൽഹംദുലില്ലാഹ് അല്ലാഹു തആല അവർക്കും ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാകട്ടെ. അതുപോലെ നമ്മുടെ കുട്ടികളെ കൊണ്ടുവരുന്നതിന് നിശ്ചയിച്ച ഡ്രൈവർമാർ, അൽഹംദുലില്ലാഹ് കുട്ടികളെ ഏത് സമയത്തും കൊണ്ടുവരാനും പോകാനും എല്ലാം വളരെ ഉന്മേഷത്തോടും അവർ വരികയും പോവുകയും ചെയ്യുന്നു. ഇതെല്ലാം ഈ മദ്രസയുടെ നടത്തിപ്പിന് അവർ ചെയ്യുന്ന വലിയ സഹായങ്ങളാണ്. അല്ലാഹു തആല അർഹമായ കൂലി എല്ലാവർക്കും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ.
പ്രത്യേകിച്ച് ഇന്ന് വിശിഷ്ട അതിഥികളായി ഇവിടെ എത്തിയിട്ടുള്ളത് എൻ്റെ സഹോദരൻ. മദ്രസ വെച്ച കാലം മുതൽ ഈ മദ്രസയിൽ ഒരു പരിപാടിക്കും ചേരാൻ സാധിച്ചിട്ടില്ല. ഇന്ന് ആദ്യമായി അൽഹംദുലില്ലാഹ് നമ്മുടെ മദ്രസയിലേക്ക് വന്നു. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഒരുപാട് നാൾ മദീനയിൽ കഴിഞ്ഞവരാണ്. എങ്കിലും ഞാൻ നാട്ടിലാവുകയും അനുജൻ ഇപ്പോഴും മദീനത്ത് തന്നെ ഖിദ്മത്തായി കഴിഞ്ഞുകൂടുന്നു. പടച്ചവൻ്റെ അനുഗ്രഹം അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും ചൊരിയുമാറാകട്ടെ. അതുപോലെ ഒരു വിശിഷ്ട അതിഥിയായി എത്തിയിരിക്കുന്ന നസീറ മക്കാർ, അവർ വളരെ പ്രായം കൂടിയ സ്ത്രീയാണ്. വളരെ ത്യാഗം ചെയ്ത് എറണാകുളത്ത് നിന്ന് നമ്മുടെ മദ്രസയിൽ എന്ത് കാര്യമുണ്ടെങ്കിലും ഓടിയെത്തുകയും അതല്ലെങ്കിൽ ഉസ്താദെ എന്നെ കൊണ്ടെത്തുന്ന സഹായം ചെയ്യാം എന്ന് പറയുകയും ദുആ ചെയ്യുകയൊക്കെ ചെയ്യണമെന്ന് എപ്പോഴും അഭ്യർത്ഥിക്കുന്ന ഒരു സ്ത്രീയാണ്. അല്ലാഹു തആല അവർക്ക് ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന് അവരിൽ നിന്ന് മരണപ്പെട്ടു പോയ അവരുടെ ഭർത്താവ്, അദ്ദേഹത്തിനും അല്ലാഹു തആല മഗ്ഫിറത്തും മർഹമത്തും കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ മഗ്ഫിറത്തിന് വേണ്ടി ഇന്ന് കുട്ടികൾക്കുള്ള ഉച്ചയ്ക്കുള്ള ഭക്ഷണം അവരുടെ വകയായി ഇന്നിവിടെ കൊടുത്തു. അല്ലാഹു തആല ഇത് അദ്ദേഹത്തിൻ്റെ ഖബറിലേക്ക് ഒരു സദഖയായി എത്തിക്കുമാറാകട്ടെ. ഇതിൻ്റെ പ്രതിഫലത്തെ അല്ലാഹു പൂർണ്ണമായി എത്തിക്കട്ടെ. പ്രത്യേകിച്ച് ഇന്ന് ഇവിടെ പ്രധാന പ്രഭാഷണം നടത്താൻ എത്തിയിരിക്കുന്ന ഷാഫി മൗലവി കായംകുളം, അദ്ദേഹത്തിന് നിങ്ങളോട് നല്ല രീതിയിൽ അല്പം കാര്യങ്ങൾ സംസാരിക്കേണ്ടതുണ്ട്. അതിനുള്ള സമയം ഇപ്പോൾ തികയാത്തത് കൊണ്ട് മഗ്‌രിബ് കഴിഞ്ഞ് മാറ്റിവെച്ചിരിക്കുകയാണ്. മഗ്‌രിബ് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ സംസാരം കഴിഞ്ഞാൽ ഉടനെ ദുആ ഉണ്ടാവും. ആ ദുആയ്ക്ക് ശേഷം ഭക്ഷണം കഴിച്ചിട്ട് മാത്രമേ എല്ലാവരും പോകാവൂ. ഇന്നത്തെ ഭക്ഷണം ഇന്ന് തയ്യാറാക്കിയിരിക്കുന്നത് സഫ്വാനയുടെയും മഹ്സിൻ്റെയും മാതാപിതാക്കളാണ്. അവരുടെ മക്കൾ ഹാഫിളീങ്ങളായ സന്തോഷത്തിൻ്റെ പേരിൽ അവർ ഈ ഇവിടെ വന്നവർക്ക് ഭക്ഷണം നൽകാൻ തയ്യാറാവുകയും അതിനുള്ള സംവിധാനങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും മഗ്‌രിബ് കഴിഞ്ഞ് ഷാഫിമയുടെ സംസാരവും ഉസ്താദിൻ്റെ ദുആയ്ക്കും ശേഷം ഭക്ഷണം കഴിഞ്ഞിട്ട് മാത്രമേ എല്ലാവരും പോകാവൂ എന്ന് വളരെ വിനീതമായി നിങ്ങളോട് ഉണർത്തുകയാണ്. അല്ലാഹു തആല നമ്മുടെ ക്ഷമയ്ക്ക് അർഹമായ കൂലി തരട്ടെ. ഇനി ഒരു കാർഡോട് ഉണ്ട്, എന്നാൽ ഇനിയും വേണ്ടി വരും. ഞാൻ ഒരു പ്രാവശ്യം കൂടി പറയുന്നു, ഈ മദ്രസയെക്കുറിച്ചോ നമ്മുടെ പഠന രീതികളെക്കുറിച്ചോ എന്തെങ്കിലും അതൃപ്തികരമായ കാര്യങ്ങളോ അല്ലെങ്കിൽ പരാതികളോ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളത് നമ്മുടെ മാനേജ്മെൻറ്റിനെയാണ് അറിയിക്കേണ്ടത്. بسم الله الرحمن الرحيم فانطلقا حتى إذا ركبا في السفينة خرقها قال أخرقتها لتغرق أهلها لقد جئت شيئا إمرا قال ألم نقل إنك لا تستطيع معي صبرا قال لا تؤاخذني بما نسيت ولا ترهقني من أمري عسرا فانطلقا حتى إذا لقيا غلاما فقتل نفسه فانطلقا حتى إذا لقيا غلاما فقتله قال أقتلت نفسا زكية
ബിന്ത് സൈഫുദ്ദീൻ്റെ ഹിഫ്ള് പൂർത്തീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരംഭിക്കാൻ പോവുകയാണ് അല്ലേ? അടുത്തതായിട്ട് ഇവിടെ പത്രവിതരണമാണ്. അത് വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഇന്നത്തെ നമ്മുടെ വിശിഷ്ടാതിഥികളായ ബഹുമാനായ മൗലാന ഹാഫിസ് അബ്ദുൽ ഖുദ്സ് അവർ, അൽ ഹാഫിസ് ഷാഫി മൗലവി അവർ, അൽ ഉസ്താദ് അബ്ദുറഹ്മാൻ റാഫി അവർ 3 പേരും قولوا تكبير. ബഹുമാനപ്പെട്ട ഹാഫിസ് മുഹ്സിന് ഒരു ഉപഹാരം നൽകുന്നതിന് വേണ്ടി സയ്യിദ് അക്കാദമിയുടെ ഒരു കൃതി ബഹുമാന്യനായ ചെയർമാൻ അജ്ലാൻ ഉസ്താദും സഹോദരൻ ശിഹാബുദ്ദീൻ സാഹിബ് അർപ്പിച്ചു നൽകുന്നു. ആദ്യമായി ഒരു ഉപകാരം കൊടുത്ത് സ്റ്റാർട്ട് തുടങ്ങുകയാണ്. قولوا تكبير. മാഷാ അല്ലാഹ് തബാറകല്ലാഹ്. 11 വയസ്സുള്ള കൊച്ചു മോളായതുകൊണ്ടാണ് ബാക്കിയുള്ളവർക്കും ഇതിന് പ്രചോദനം ഉണ്ടാകാൻ വേണ്ടി സദസ്സിലേക്ക് വിളിച്ചു കൊടുത്തതാണ്.
ഉപഹാരം നൽകുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട അജ്ലാൻ ഉസ്താദിനെയും സഹോദരൻ ശിഹാബുദ്ദീൻ സാഹിബിനെ ക്ഷണിച്ചു. ഖുലൂ തക്ബീർ. അടുത്തതായിട്ട് സഫ്വാനയുടെ പ്രിയ പിതാവ് ബഹുമാന്യനായ സൈഫുദ്ദീൻ സാഹിബിനുള്ള ഉപഹാരമാണ്. അത് ബഹുമാനപ്പെട്ട ശുക്ർ ഉസ്താദും അജ്ലാൻ ഉസ്താദിനെ നൽകുന്നു. സ്വീകരിക്കുന്നതിന് ക്ഷണിച്ചു കൊടുക്കുന്നു. ഖുലൂ തക്ബീർ. അടുത്തതായിട്ട് നമ്മുടെ മദ്രസയുടെ വലിയ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ മുഹൂർത്തത്തിലേക്ക് നടക്കുകയാണ്. നമ്മുടെ മദ്രസയുടെ വലിയൊരു സ്വപ്നമായിരുന്നു മദ്രസയുടെ എല്ലാ വിവരങ്ങളും അടങ്ങിയ ഒരു വെബ്സൈറ്റ്. ആ വെബ്സൈറ്റിൻ്റെ ലോഞ്ചിങ് കർമ്മമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അതിനുവേണ്ടി അതിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാന്യനായ ആലപ്പുറ അബ്ദുറഹ്മാൻ ഖുലൂ തക്ബീർ. സിദ്ധീകരണങ്ങളും തഫ്സീറുകളും പുസ്തകങ്ങളും ഇൻഷാ അല്ലാഹ് ഇനി മുതൽ നമ്മുടെ ദാറുൽ ഈമാൻ മദ്രസ അംഗണത്തിൽ ലഭിക്കുന്നതാണ്. അതിൻ്റെ ഒരു സ്റ്റോറായി ഇൻഷാ അല്ലാഹ് ഇവർ പ്രവർത്തിക്കുന്നതാണ്. മഗ്രിബ് നിസ്കാരത്തിന് വേണ്ടി തൽക്കാലത്തേക്ക് നമ്മുടെ സദസ്സ് പിരിയുകയാണ്. إياك نعبد وإياك نستعين اهدنا الصراط المستقيم غير المغضوب عليهم ولا الضالين فضلا كبيرا. سمع الله لمن حمده. മജ്‌ലിസിലേക്ക് ഇരിക്കണമെന്ന് വിനീതമായി പറയുകയാണ്. പ്രധാനപ്പെട്ട പരിപാടി ആരംഭിക്കുകയാണ്.